ഇതാണ് നമ്മളെ സെൻസർ സിമുലേഷൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ സെൻസറിന്റെ സർക്യൂട്ട് ഡയഗ്രാംസ്. ഇത് ഞാൻ ചെയ്യുമ്പോൾ ഒരു വണ്ടി, ഒരു വെഹിക്കിൾ ഇവിടുന്ന് എൻ്റർ ചെയ്തെന്ന് വിചാരിക്കാം. ഈ പൊസിഷനിൽ നിന്ന് അത് എൻ്റർ ചെയ്തു എന്ന് വിചാരിക്കാം. ഈ പൊസിഷനിൽ നിന്ന് എൻ്റർ ചെയ്തു, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഇവിടെ ആയിരിക്കും ആദ്യം എൻട്രൻസ് വരിക. ഇതൊരു ഡോറിന്റെ അകം ഭാഗം പുറം ഭാഗമാണ്, ഇൻസൈഡ് ആൻഡ് ഔട്ട് സൈഡ് ആണ്. ഇത് ഔട്ട് സൈഡും അത് ഇൻസൈഡും ആയിരിക്കും. ഇവിടെ ആയിരിക്കും പാർക്കിംഗ് ലോട്ട് വരിക, പാർക്കിംഗ് സ്പേസ് ഒക്കെ വരിക. ഇപ്പോൾ ഇവിടെ മോഷൻ ഡിറ്റക്ട് ചെയ്തു, ഒരു വെഹിക്കിൾ ഇവിടെ നിന്നാണ് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെഹിക്കിൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ എത്തും. അപ്പോൾ ഈ സെൻസറിന്റെ പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെഹിക്കിൾ എൻറ്റേർഡ് എന്ന് പറഞ്ഞ് കാണിക്കും. വെഹിക്കിൾസ് എൻറ്റേർഡ്, ടോട്ടൽ നമ്പർ ഓഫ് വെഹിക്കിൾസ് ഇപ്പോൾ 2 ആണ്. ഞാൻ ഓൾറെഡി 1 ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 ആണ് വെഹിക്കിൾസിന്റെ കൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഒരു വെഹിക്കിൾസ് പുറത്തിറങ്ങുകയാണ്, ഇതേ വെഹിക്കിൾ തന്നെ ഒരു വെഹിക്കിൾ പുറത്തിറങ്ങുകയാണെന്ന് വിചാരിക്കുക. പുറത്തിറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും സിറ്റുവേഷൻ വരിക? ആദ്യം ഇവിടെ ആയിരിക്കും നമ്മുടെ വെഹിക്കിൾ പാസ് ചെയ്യുക. ഈ സെൻസർ ആയിരിക്കും ആദ്യം വെഹിക്കിൾ എൻകൗണ്ടർ ചെയ്യുക. പിന്നെ ആയിരിക്കും നമ്മളെ ഫസ്റ്റ് എൻട്രൻസിന്റെ ഇവിടുത്തുള്ള സെൻസർ വെഹിക്കിൾ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം ഈ സെൻസർ ഞാൻ അലേർട്ട് ചെയ്യാണ്. അപ്പോൾ എക്സിറ്റ് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞത് നമ്മള് അത് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ ചെയ്യാം, നമ്മുടെ LCD-യിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി വെഹിക്കിൾ നമ്മുടെ എക്സിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ എത്തിയെന്ന് വിചാരിക്കാം. ഇവിടെ എത്തുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ എത്രയായിരുന്നു കൗണ്ട്? 2 ആയിരുന്നു കൗണ്ട്. ഇവിടെ കൗണ്ട് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വെഹിക്കിൾ എക്സിറ്റഡ്, വെഹിക്കിൾ ടോട്ടൽ നമ്പർ ഓഫ് എത്ര പാർക്കിംഗ് ഉണ്ട്, പാർക്കിംഗ് ഫെസിലിറ്റി നമുക്കൊരു 10 വെഹിക്കിൾസ് ആണ് പാർക്കിംഗ് ഫെസിലിറ്റി ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു വണ്ടി അവിടെ എൻറ്റർ ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് അറിയാൻ പറ്റും അവിടെ പാർക്കിംഗ് സ്പേസ് ഉണ്ടോ, അവിടേക്ക് പോയിട്ട് കാര്യമുണ്ടോ. പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യാറുള്ള പ്രോബ്ലം ആണ്, അവിടെ പാർക്കിംഗ് സ്പേസ് ചിലപ്പോൾ ഉണ്ടാവില്ല. അതിൽ സെക്യൂരിറ്റി മോണിറ്റേഴ്സ് എല്ലാം ഉണ്ട്, പക്ഷെ അതൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്കിത് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണിത്. ഓക്കെ, ഇനി നമുക്ക് IR സെൻസറിലേക്ക് കിടക്കാം. IR സെൻസേഴ്സ് തന്നെ 3 ടൈപ്സിലായിട്ടുണ്ട് നമുക്ക് അവൈലബിൾ ആണ്. അതിന്റെ ആക്യുറസിയിൽ വ്യത്യാസമുണ്ട്, അതിലെല്ലാം വ്യത്യാസമുള്ള സെൻസേഴ്സ് ആണ് IR സെൻസേഴ്സ്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് സെൻസേഴ്സ് ആണ് ടൈപ്പ് 1 സെൻസേഴ്സ്. ടൈപ്പ് 1 സെൻസേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം, നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള സെൻസറാണ്. കാരണം അതിന്റെ ആക്യുറസി വളരെ കൂടുതലാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന IR-നേക്കാളും. ഡിസ്റ്റർബൻസ് അതെല്ലാം വളരെ ഇതുള്ള സെൻസറാണ്. നമുക്ക് സിമുലേഷൻ പ്ലാറ്റ്ഫോമിന്റെ കണക്ഷൻ ഡീറ്റെയിൽസ് നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. കാരണം അത് ഏറ്റവും ലാസ്റ്റത്തേക്ക് ഞാൻ മനഃപൂർവ്വം വെച്ചതാണ്. നമുക്ക് സെൻസേഴ്സ് പരിചയപ്പെട്ടതിന് ശേഷം മാത്രമേ ഡീറ്റെയിലും അനലോഗും സെൻസേഴ്സ് പരിചയപ്പെട്ടിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വെച്ചത്. ഇതാണ് നമ്മൾ IR സെൻസർ. IR സെൻസറിന്റെ വർക്കിംഗ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഇത് നമുക്ക് കിട്ടേണ്ടതായിട്ട് ആവശ്യം, അതിന്റെ ഡയമെൻഷൻസ് കിട്ടേണ്ടതായിട്ട് ആവശ്യം. അതിനും വേറെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻസറാണ് ടൈപ്പ് 1 IR സെൻസേഴ്സ്. കണ്ടോ, ഇതിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യും. CROയിൽ ഇതിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മൾ IR സെൻസർ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തത്. ഇതാണ് നമ്മുടെ ഒരു ഒബ്ജക്റ്റിന്റെ ഡയമെൻഷൻസ് മെഷർ ചെയ്യുന്നതാണ് ഇപ്പൊ കണ്ടത്. ഇത് ക്ലിയർ അല്ലേ? വേറെ എന്തെങ്കിലും അതിന് ഡൗട്ട്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാം. ഇല്ല. ഓക്കെ, ഇനി ടൈപ്പ് 2 IR സെൻസേഴ്സ്.
ടൈപ്പ് 2 IR സെൻസേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻലി കോമൺലി യൂസ് ചെയ്യുന്ന ഒരു സെൻസറാണ്. നമ്മൾ ഒബ്സ്ട്രക്കിൾ അവോയ്ഡൻസ് അങ്ങനത്തെ ഒരു റോബോട്ടോ ലൈൻ ഫോളോയിങ് റോബോട്ടിന് അതൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് IR സെൻസേഴ്സ് എന്ന് പറയുന്നത്. IR സെൻസേഴ്സ് നമുക്ക് ഇപ്പോൾ കോമൺലി അവൈലബിൾ ആയിട്ടുള്ള സെൻസേഴ്സ് അത് തന്നെയാണ്. ഈ ടൈപ്പ് 2 IR സെൻസേഴ്സ് ആണ് കോമൺലി നമ്മൾ യൂസ് ചെയ്യാറും അവൈലബിൾ ആയിട്ടുള്ളത്. IR സെൻസറിൽ മെയിൻ ആയിട്ടുള്ള രണ്ട് LEDs ആണ്. LED എന്ന് പറയാൻ പറ്റില്ല, ഒരെണ്ണം ഫോട്ടോ ഡയോഡും ഒരെണ്ണം LED. ഒരു IR LED ഉണ്ട്, ഒരു ഫോട്ടോ ഡയോഡ് ഉണ്ട്. IR LED എമിറ്റ് ചെയ്യും, ലൈറ്റ് എമിറ്റ് ചെയ്യും. ലൈറ്റ് എമിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ, ലൈറ്റിന് ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ ലൈറ്റ് തട്ടിയിട്ട് നമുക്ക് തിരിച്ചു വരും. അതാണ് IR സെൻസറിന്റെ ശരിക്കുള്ള വർക്കിംഗ് എന്ന് പറയുകയാണെങ്കിൽ. ഫോട്ടോ ഡയോഡാണ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ഈ സെൻസറിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡിജിറ്റൽ മോഡിലും അനലോഗ് മോഡിലും വർക്ക് ചെയ്യിക്കാൻ പറ്റും. അനലോഗ് മോഡിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ആക്യുറേറ്റ് ഡിസ്റ്റൻസ് ആയിട്ട് കിട്ടാം, ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാനും പറ്റും. പിന്നെ ഡിജിറ്റൽ മോഡിൽ വർക്ക് ചെയ്യണമെങ്കിൽ അത് അവിടെ ഒരു ഒബ്സ്ട്രക്കിൾ ഉണ്ടോ ഇല്ലേ അത് മാത്രം സെൻസ് ചെയ്യാൻ വേണ്ടിയും ഈ സെൻസർ ഉപയോഗിക്കാൻ പറ്റും. അതിന്റെ സെൻസിറ്റിവിറ്റി നമുക്ക് വാരി ചെയ്യാൻ വേണ്ടിയാണ് ഇവരുടെ പ്രീസെറ്റ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്, ഇതിന് റിമോട്ട് കൺട്രോൾ ഉണ്ടാക്കി. ഈ IR സെൻസർ വെച്ച് നമുക്ക് റിമോട്ട് കൺട്രോൾ വരെ ഉണ്ടാക്കാം. ഇതിപ്പോ അനലോഗ് മോഡിലാണ് വർക്ക് ചെയ്യണത്. ഡിജിറ്റൽ മോഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഒബ്സ്ട്രക്കിൾ ഉണ്ടോ അപ്പോൾ 0 or 5 വോൾട്ട് അതായിരിക്കും അത് തരിക. അതാണ് പ്രീസെറ്റ് എന്ന് പറയുന്നത്. അത് വെച്ചിട്ടായിരിക്കും. ഇതൊരു ഫയർ സെൻസർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഫയർ ഡിറ്റക്ഷൻ ഓഫ് ഫയർ എന്ന് പറയുമ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് ഫയർ റേഡിയേഷൻസ് അത് എമിറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഡിറ്റക്ട് ചെയ്തിട്ട് ഒരു ഫയർ സെൻസർ ആയിട്ടും ഫയർ അലാറം ആയിട്ടും ഈ സെൻസർ ഉപയോഗിക്കാൻ പറ്റും. ഫയർ എന്ന് പറയുമ്പോൾ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് വളരെ കൂടുതലുള്ള ഒരു ഇതാണ്, ഒരു ഫിനോമിനയാണ്. ഇനി അടുത്തത് ടൈപ്പ് 3 IR സെൻസേഴ്സ്. ഇതെന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ RPM മെഷർ ചെയ്യാൻ വേണ്ടിയും പിന്നെ എന്തെങ്കിലും ഒബ്സ്ട്രക്കിൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്കിൾ ഉണ്ടാകാൻ വേണ്ടിയും. നേരത്തെ ഒക്കെ നമ്മൾ സെയിം ഡയറക്ഷനിലാണ് IR സെൻസറും ഇതും സെയിം ഡയറക്ഷനിലാണ് വെച്ചിരുന്നത്. ഇപ്പോൾ ഫോട്ടോ ഡയോഡും IR സെൻസറും സെയിം, ഇപ്പോൾ ഫോർവേഡിൽ ഡയറക്ഷൻ മാത്രമേ വെച്ചിരുന്നുള്ളൂ. ഇതെന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അതിന്റെ വർക്കിംഗ് ഞാൻ കാണിച്ചുതരാം, അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്കിൾ ഉണ്ടെങ്കിൽ അപ്പോൾ അത് കട്ട് ചെയ്യും. ഇതൊരു ഡീറ്റെയിൽ സെൻസറാണ്, അനലോഗ് മോഡിൽ ഇത് വർക്ക് ചെയ്യിക്കാം. RPM മെഷർ ചെയ്യാൻ വേണ്ടി ഈ സെൻസർ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റൊട്ടേറ്റിംഗ് എക്യുപ്മെന്റ് ആണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ RPM മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. RPM മെഷർ ചെയ്യുന്നതാണ് ഞാൻ CRL വാല്യൂ കണ്ടത്. ഈ ലൈറ്റ് ബേസ് സെൻസേഴ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, സുരേഷ് പി ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത് RPM മോഡിൽ വർക്ക് ചെയ്യിക്കാന്ന്. RPM മോഡിൽ വർക്ക് ചെയ്യിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് RPM ഒരു ഇത് റൊട്ടേറ്റിംഗ് എക്യുപ്മെന്റ് എന്ന് വിചാരിക്കാം. അതിലൊരു ജസ്റ്റ് ഒരു പാസ് ചെയ്യാനുള്ള ജസ്റ്റ് ഹോൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓരോ റെവല്യൂഷനും ആ ഹോൾ കട്ട് ആവുന്നുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇതേ കട്ടിങ് നമുക്കൊരു RPM ഒരു ഹോളിലുള്ള ഇത് ഓരോ റെവല്യൂഷനിലും കട്ട് ആവുന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ടാവുന്നുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു റെവല്യൂഷൻ ആയിട്ട് കിട്ടും. അത് നമ്മൾ കോഡ് ചെയ്യുമ്പോൾ ഒരു മിനിറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് RPM സിമ്പിൾ ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. RPM റൊട്ടേഷൻ പെർ മിനിറ്റ് അല്ലേ. ഓട്ടോമാറ്റിക് വെഹിക്കിൾസ് യൂസ് ചെയ്യുന്നത് ലൈറ്റ് ബേസ്ഡ് സെൻസേഴ്സ് ആണോ? ഓട്ടോമാറ്റിക് വെഹിക്കിൾസിൽ പല സെൻസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ അതിന്റെ റോഡൊക്കെ മെഷർ ഇതാണെങ്കിൽ അതിൽ ലൈഡാറാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക. ലേസർ ബേസ്ഡ് ആണ്. ലൈറ്റ് ബേസ്ഡ് സെൻസേഴ്സ് ആകുമ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറെ എക്സ്ട്രാ ഇതുകൾ വരാൻ വേണ്ടി ചാൻസസ് കൂടുതലാണ്. ഹലോ, ഷഹല, പ്ലീസ് മ്യൂട്ട് യുവർ മൈക്ക്.
ഓക്കെ, ലൈഡാർ ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നോയ്സ് വരാനുള്ള ചാൻസും കൂടുതലാണ്, ഡിസ്റ്റർബൻസ് വരാനുള്ള ചാൻസും കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ള സെൻസേഴ്സ് യൂസ് ചെയ്യാത്തത്, ലേസർ ബേസ്ഡ്. ഓക്കെ, ഡൗട്ട്സ് ക്ലിയർ ആയോ? ഓക്കെ അനൂപ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഫ്ലെക്സ് സെൻസർ ആണ്. ഫ്ലെക്സിബിലിറ്റി സെൻസ് ചെയ്യാനുള്ള സെൻസേഴ്സ് ആണ് ഫ്ലെക്സ് സെൻസേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് ഫ്ലെക്സ് സെൻസർ. ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഒരു കാർബൺ ലെയേഴ്സ് ആണ്. അപ്പോൾ അത് എപ്പോൾ ഫ്ലെക്സ് എൻകൗണ്ടർ ചെയ്യണോ, എപ്പോൾ വളയണോ, അപ്പോൾ അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ ചേഞ്ച് ചെയ്യും. ഇത് അനലോഗ് സെൻസർ ആണ്. ഇപ്പോൾ ഈ സെൻസറിൽ തന്നെ നമ്മുടെ ഫിംഗറിന്റെ മോഷൻ അനുസരിച്ചായിരിക്കും, ഫിംഗർ എങ്ങനെ മൂവ് ചെയ്യണോ അതിനനുസരിച്ച് നമ്മുടെ റെസിസ്റ്റൻസ് വാല്യൂ ചേഞ്ച് ചെയ്യും. അങ്ങനെയായിരിക്കും നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടുക. ഈ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഒരു ഇതിൻ്റെയാണ് കമ്മ്യൂണിക്കേഷൻ, നമുക്ക് ഹാൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രൊജക്റ്റാണ്. ഇപ്പോൾ നമുക്ക് ഡ്രോൺ കൺട്രോൾ ചെയ്യാൻ വരെ ഫ്ലെക്സ് സെൻസർ യൂസ് ചെയ്ത് പറ്റിയിരുന്നു കുറച്ച് നാൾ മുമ്പ്. ഇപ്പോൾ നമുക്ക് ബ്രെയിൻ, അങ്ങനത്തെ സെൻസേഴ്സ് ഒക്കെ നമ്മുടെ ബ്രെയിൻ ബേസ്ഡ് വെച്ചിട്ടുള്ള സെൻസേഴ്സ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുക. സൈൻ ലാംഗ്വേജിന് വേണ്ടി ഇപ്പോൾ ഇത് സൈൻ ലാംഗ്വേജിന് വേണ്ടിയുള്ള പ്രൊജക്റ്റാണ്. ഇപ്പോൾ വീൽ ചെയർ ഒക്കെ കൺട്രോൾ ചെയ്യണം, നമുക്ക് സൈൻ ലാംഗ്വേജ് വെച്ചിട്ട് ഇപ്പോൾ സംസാരിക്കാൻ പറ്റാത്ത തളർന്നിരിക്കുന്ന വ്യക്തി, കൈ മാത്രം അനങ്ങണ വ്യക്തി, അങ്ങനത്തെ ഒരു വ്യക്തിക്ക് വേണ്ടി നമുക്ക് വീൽ ചെയർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം സൈൻ ലാംഗ്വേജ് വെച്ച്. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഫ്ലെക്സ് സെൻസറിന്റെ വർക്കിംഗ് ഞാൻ ഇപ്പോൾ പറഞ്ഞ വർക്കിംഗ് വീഡിയോ കാണിച്ചു തരാം. ഇപ്പോൾ കൈ ഫ്ലെക്സ് ചെയ്യുന്നതനുസരിച്ച് നമ്മളെ വാല്യൂസ് ഹൈ ആവുന്നതായിട്ട് കാണാൻ പറ്റും, ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ച് വാല്യൂസ് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് ഫ്ലെക്സ് സെൻസറിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്, മെയിൻ വർക്കിംഗ് എന്ന് പറയുന്നത്. അതിന്റെ വീഡിയോ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇപ്പൊ അതിന്റെ ഗ്രാഫാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ബാക്ക്ഗ്രൗണ്ടിലുള്ള ഗ്രാഫ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. കൈ റിലാക്സ് ചെയ്യുന്നതനുസരിച്ച് ഗ്രാഫ് താഴോട്ടും, കൈ കോൺട്രാക്ട് ചെയ്യുന്നതനുസരിച്ച്, മസിൽ കോൺട്രാക്ട് ചെയ്യുന്നതനുസരിച്ച് ഗ്രാഫ്. ഓക്കെ, നേരത്തെ അനൂപ് ചോദിച്ചിരുന്നു വെഹിക്കിൾസിൽ എങ്ങനെയാണ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാന്ന്. അതിൻ്റെ ഒരു ചെറിയ, അതല്ല നമ്മുടെ ലൈഡാർ എന്ന് പറഞ്ഞാൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. എന്നാലും ലേസർ ഡിസ്റ്റൻസ് മെഷറിംഗ് ആണ് അവിടെ യൂസ് ചെയ്യുന്ന ടെക്നിക് എന്ന് പറയുന്നത്. അത് ഞാൻ ഒന്ന് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ലേസർ ഡിസ്റ്റൻസ് സെൻസർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ലേസർ ഡിസ്റ്റൻസ് സെൻസറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലേസർ ബീംസ് ആണ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി. ലേസർ ബീം കാൽക്കുലേറ്റ് ചെയ്യും എത്ര ടൈം എടുത്തു, ലൈറ്റിന്റെ സ്പീഡ് ഓഫ് ലൈറ്റിൽ അത് കാൽക്കുലേറ്റ് ചെയ്യും. അതിന്റെ വർക്കിംഗ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഇതാണ് നമ്മളെ ലേസേഴ്സ്, അതിന്റെ റിസീവറും. ഡിസ്റ്റൻസ് സെന്റിമീറ്ററിൽ mm നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലേസർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ആക്യുറേറ്റ് ആണ്, നമ്മുടെ IR-നേക്കാൾ ആക്യുറേറ്റ് ആണ് ലേസർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പ്രോഗ്രാം റൺ ചെയ്തു, അതിന്റെ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്തായിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക്. അതിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്ന ശ്രദ്ധിച്ചു നോക്കൂ. ഓക്കെ, ക്ലിയർ ആയില്ല അനുഭവം? ഇനി അടുത്ത സെറ്റ് ഓഫ് സെൻസേഴ്സ് എന്ന് പറയുന്നത് LDR സെൻസർ ആണ്. LDR നമ്മൾ നേരത്തെ ഞാൻ ഫോണിൽ പറഞ്ഞിരുന്നു, അവിടെ LDR അല്ല, അവിടെ വേറെ ഡയോഡാണ് യൂസ് ചെയ്യുക. പക്ഷെ LDR യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ലൈറ്റ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി LDR ആണ് യൂസ് ചെയ്യണത്. ഇപ്പൊ ലൈറ്റിന്റെ എമൗണ്ട് നമുക്കറിയണം, സ്പെസിഫിക് ലൈറ്റിന്റെ എമൗണ്ട് നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ LDR ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക മെയിനായിട്ട്. LDR എന്ന് പറയുമ്പോൾ എന്തോരം ലൈറ്റ് വരണോ, ലൈറ്റ് ഡിപ്പെൻഡ് റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ലൈറ്റിന്റെ അളവ് അനുസരിച്ച് അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് അഡ്രിനോയിൽ മനസ്സിലാവും, റെസിസ്റ്റൻസ് മാറുന്നതനുസരിച്ച് ലൈറ്റ് ആണ് അവിടെ ചേഞ്ച് ചെയ്യണമെന്ന് മനസ്സിലാവും. അങ്ങനെയാണ് നമ്മുടെ അഡ്രിനോയിൽ LDRന്റെ കപ്ലിംഗ് എന്ന് പറയുന്നത്. അതിന്റെ വർക്കിംഗ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ LDR നമുക്ക് കോമൺലി അവൈലബിൾ ആണ് കേട്ടോ, എവിടെയും അത് അവൈലബിൾ ആണ്. കോമൺ ജനറൽ പർപ്പസ് സെൻസർ ആയി മാറിക്കഴിഞ്ഞു ഇപ്പോൾ.
ലൈറ്റ് ഇന്റൻസിറ്റി കുറയുന്നതനുസരിച്ച് അനലോഗ് റീഡ് വാല്യൂ, ഇത് അനലോഗ് സെൻസർ ആയതുകൊണ്ട് തന്നെ അനലോഗ് റീഡ് വാല്യൂ നിങ്ങൾക്ക് മാറി. ഇനി നിങ്ങൾ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഇനി നിങ്ങൾക്ക് മനസ്സിലാവണം എങ്ങനെ അനലോഗ് സെൻസേഴ്സും ഡിജിറ്റൽ സെൻസേഴ്സും തമ്മിൽ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവണം. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പല ബോർഡുകളും ഇന്നലെ പല ടൈപ്പ് ബോർഡ്സ് നിങ്ങൾ പരിചയപ്പെട്ടിരുന്നു. ഇപ്പോൾ പല ബോർഡ്സിലും പല അപ്ലിക്കേഷൻ പല ഇതായിരിക്കും, സ്പെസിഫിക്കേഷൻസ് ആയിരിക്കും. അനലോഗ് പിൻ കുറവുള്ള ബോർഡുണ്ട്, അനലോഗ് പിൻ കൂടുതലുള്ള ബോർഡുണ്ട്, ഡിജിറ്റൽ പിൻ കൂടുതലുള്ള ബോർഡുണ്ട്, കുറവുള്ള ബോർഡുണ്ട്, വൈസ് ഉണ്ട്. ഇപ്പോൾ ആ ബോർഡ് നമ്മളൊരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മുടെ സർക്യൂട്ട് ഡയഗ്രം നോക്കുക. സർക്യൂട്ട് ഡയഗ്രം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര അനലോഗ് പിൻ വേണം, എത്ര ഡീറ്റെയിൽ പിൻ വേണം, എന്താണ് നമ്മുടെ പർപ്പസ്, ആ സെൻസേഴ്സ് നമുക്ക് വേറെ എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അതൊക്കെ നമ്മൾ നോക്കി അനലൈസ് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ Arduino യൂസ് ചെയ്യാം. ഏത് Arduino ചൂസ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ അതപ്പോൾ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ വളരെ അധികം സഹായിക്കുന്ന ഒരു പ്രോസസ്സാണിത്, പ്രൊസീജിയറാണിത്. ഇപ്പോൾ ചെറിയ ലിലി പാഡ് എന്നൊക്കെ പറഞ്ഞിരുന്നു, ചെറിയ Arduino ആണെന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ Arduino ഇത്രയും പിൻസ് ഈ വർക്കിംഗ് ഇതിൽ നോക്കുക, ഇതിൽ ഇത്രയും പിൻ വേസ്റ്റ് ആണ്. ഇത് നമ്മൾ എപ്പോഴെപ്പോഴും യൂസ് ചെയ്യണോണ്ട്, കോഡ് മാറ്റി യൂസ് ചെയ്യണോണ്ട് ഇത് നമുക്ക് വേസ്റ്റ് തോന്നില്ല. പക്ഷെ ഒരു സ്പെസിഫിക് അപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ ഈ കോഡ് പിൻസ് ഒക്കെ വേസ്റ്റ് ആണ്. അപ്പോൾ ആ വേസ്റ്റേജ് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇത് എടുക്കുക, നമ്മൾ ചൂസ് ചെയ്യുക, ബോർഡ് ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് പലതിന് റിഫ്രഷ് റേറ്റ്സ് കൂടുതലായിരിക്കും. അതിന് 60 മെഗാഹെർട്സിലാണ് വർക്ക് ചെയ്യണം, അതിന് അത്രയും ക്ലോക്ക് സ്പീഡ് വേണ്ടി വരില്ല ചില സെൻസേഴ്സിന്. അപ്പോൾ അതൊക്കെ ഡിപ്പെൻസ്, നമ്മൾ ചൂസ് ചെയ്യണനുസരിച്ചിരിക്കും. ഇനി അടുത്ത സെൻസേഴ്സ് എന്ന് പറയുന്നത് ഗൈറോസ്കോപ്പ് ആൻഡ് മാഗ്നറ്റോമീറ്റർ ആണ്. ഇപ്പോൾ ഗൈറോസ്കോപ്പ് സെൻസർ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഫോൺസിലൊക്കെ ഇപ്പോൾ ഓറിയന്റേഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് മനസ്സിലാവും. അത് ഗൈറോസ്കോപ്പ് സെൻസർ വെച്ചിട്ടാണ് അവർ ഫുൾഫിൽ ചെയ്യുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓറിയന്റേഷൻ, ഇപ്പോൾ ഒരു ഓറിയന്റേഷൻ വേറെ ഓറിയന്റേഷൻ ചേഞ്ച് ചെയ്തു, അങ്ങനെയുണ്ടെങ്കിൽ ഗൈറോസ്കോപ്പ് സെൻസർ നമുക്ക് ഒരു CPU ഒരു കമാൻഡ് കൊടുക്കും, ഇത് ഓറിയന്റേഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് അതിന്റെ ആക്ടിവിറ്റീസ് ആയിട്ട് നമ്മുടെ ഡിസ്പ്ലേ വർക്ക് ചെയ്യും. ഓക്കെ. പിന്നെ മാഗ്നറ്റോമീറ്റർ ഞാൻ നേരത്തെ ഫോൺസിൽ പറഞ്ഞിരുന്നു, കോമ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇത് നമുക്കിപ്പോൾ Arduino ആയിട്ട് എന്താ അതിന്റെ അപ്ലിക്കേഷൻ, ഡ്രോൺസ്. അവിടെയാണ് നമ്മുടെ ഡ്രോൺസിലാണ് അതിന്റെ അപ്ലിക്കേഷൻസ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ഡ്രോൺസ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കും, വെർട്ടിക്കലായിട്ട് വേണ്ടി ഫ്ലൈ ചെയ്യാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ഡ്രോൺസ് ആണിത്. വെർട്ടിക്കലായിട്ട് എന്തോരം ടിൽറ്റ് ചെയ്തു നമുക്ക് മനസ്സിലാവണം, എത്ര ടിൽറ്റ് ചെയ്യേണ്ടത് മനസ്സിലാവണം. അതിന് നമ്മൾ സഹായിക്കുക ഗൈറോസ്കോപ്പാണ്. ഇപ്പോൾ നമ്മളെ മാഗ്നറ്റോമീറ്റർ നമുക്ക് GPS മൊഡ്യൂളായിട്ട് കമ്പൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണ്, ഏത് ഡയറക്ഷനിലാണ് ഇപ്പോൾ ഡ്രോൺ പോകുന്നത്, GPS ഡയറക്ഷനിൽ ഇപ്പം മാപ്പിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിന്റെ വർക്കിംഗ് വീഡിയോ ഇപ്പോൾ ഗൈറോസ്കോപ്പാണ് അവിടെ വർക്ക് ചെയ്യണത്. ഇപ്പോൾ ഓറിയന്റേഷൻ ചേഞ്ച് അനുസരിച്ച് X and Y വാല്യൂസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കാൻ പറ്റും. റോഡ് സെറ്റ് എന്ന് പറഞ്ഞ മോഡും അതിലുണ്ട്. ഇപ്പോൾ ഒരു ഡ്രോൺസിൽ അത് സെറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഡ്രോൺസ് കണ്ടോ, വെർട്ടിക്കലായി ഹൊറിസോണ്ടലായിട്ട് മാത്രം ഫ്ലൈ ചെയ്യാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഈ സെൻസറിന് കുറച്ചും ഒരു അഡ്വാൻറ്റേജും കൂടി എന്തെന്ന് പറയുന്നത് സഡൻ മൂവ്മെന്റ്. ഇപ്പോൾ ഒരു ആക്സിഡന്റ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഡ്രോൺ ഇപ്പോൾ എന്തെങ്കിലും സഡനായിട്ട് ഒരു ജെർക്ക് ഉണ്ടായി, അപ്പോൾ അത് ആക്സിഡന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇപ്പോൾ സഡനായിട്ട് ആക്സിലറേഷൻ അല്ലെങ്കിൽ ആക്സിലറേഷൻ ഒക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആക്സിഡന്റ് ആണ്. അപ്പോൾ അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗൈറോസ്കോപ്പ് സാധിക്കും. ഇനി അടുത്തതെന്ന് പറയുന്നത് മാഗ്നറ്റോമീറ്റർ ആണ്. HMC 588 അതാണ് യൂസ് ചെയ്യുന്ന സെൻസർ. ഇതിപ്പോൾ GPS മൊഡ്യൂളായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മൾ Arduino പവർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ നോർത്ത് ആൻഡ് സൗത്ത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, എത്ര വാല്യൂസ് ചേഞ്ച് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. X and Y വാല്യൂസിൽ ചേഞ്ച് ചെയ്യും. ഇത് ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്ത് പ്രഷർ സെൻസർ. പ്രഷർ സെൻസർ ഫോൺ ഡിവൈസിലൊക്കെ ഉണ്ട്, നമ്മുടെ വെതർ സ്റ്റേഷനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ ലോക്ക്ഡൗൺ കൊറോണ സമയത്ത് COVID-19 പീരീഡിൽ തന്നെ നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കണം. ഇപ്പോൾ ഒരു വെതർ സെൻസിങ്, നമ്മളിപ്പോൾ വെതർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്യാവശ്യമായി കഴിഞ്ഞു, കാരണം വെള്ളപ്പൊക്കം അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ
വീണ്ടും ഇനി വരാൻ കെടുക്കുന്നതാണ് പറയണത് നമുക്കറിയില്ല. ഇനി ഇപ്പോൾ പ്രഷർ സെൻസ് എന്നൊക്കെ പറഞ്ഞാൽ വെതർ സെൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വെതർ അലാം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഇതാണ്. പക്ഷേ ഇത് മാത്രം പോരാ. പ്രഷർ സെൻസറിന്റെ ഒപ്പം ബാക്കിയുള്ള സെൻസേഴ്സും കൂടെ ഹ്യൂമിഡിറ്റി, പ്രഷർ, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി അതെല്ലാം സെൻസേഴ്സും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇതെന്ന് പറയുന്നത് ഒരു വർക്കിംഗ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ബേസ്ഡ് തന്നെയാണ്. ഒരു ഡയഫ്രം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, ചെറിയൊരു ഡയഫ്രം ഉണ്ട്. ആ ഡയഫ്രം അതിന്റെ മൂവ്മെന്റ് അനുസരിച്ച്, പ്രഷർ അനുസരിച്ച് ആ ഡയഫ്രം ഇൻ ആൻഡ് ഔട്ട് ആവും. ഇൻ ആൻഡ് ഔട്ട് ആകുമ്പോൾ അതിന്റെ മാഗ്നറ്റിക് വാല്യൂസ് ചേഞ്ച് ചെയ്യും, റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യും. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ വർക്കിംഗ് ഞാൻ കാണിച്ചു തരാം. ഇത് ഡ്രോൺസിൽ എന്താ യൂസ് ചെയ്യാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പല ആൾട്ടിറ്റ്യൂഡിലും പല പ്രഷേഴ്സാണ്. അപ്പോൾ ആ കറസ്പോണ്ടിങ് പ്രഷർ എത്രയാണ് അവിടെ ഉള്ളതെന്നനുസരിച്ച് നമുക്ക് എത്ര ആൾട്ടിറ്റ്യൂഡിലാണ് നമ്മൾ ഡ്രോൺ ഉള്ളതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എത്ര ആൾട്ടിറ്റ്യൂഡ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്, ഇനി എത്ര ആൾട്ടിറ്റ്യൂഡ് നമുക്ക് സീ ലെവലിൽ നിന്ന് എത്രയാണ്, എത്ര ഹൈറ്റിലാണ് ഇപ്പൊ നിൽക്കുന്നത്, അതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി ഉള്ളൊരു സെൻസറാണ് പ്രഷർ സെൻസർ. ഇനി അടുത്ത ജനറൽ പർപ്പസ് സെൻസേഴ്സിൽ നമുക്ക് കടന്നു കഴിഞ്ഞു. ഇനി അടുത്ത ഗ്യാസ് സെൻസറാണ്. ഗ്യാസ് സെൻസർ പലപ്പോഴും പലരും കണ്ടിട്ടുള്ള ഒരു സെൻസർ ആയിരിക്കും. സിനിമയിലായാലും റിയൽ ലൈഫിലായാലും എപ്പോഴും കണ്ടിട്ടുള്ള ഒരു സെൻസർ ആയിരിക്കും ഗ്യാസ് സെൻസേഴ്സ് എന്ന് പറയുന്നത്. എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ പോലീസുകാർ പലപ്പോഴും നമ്മളെ ആൽക്കഹോൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി, ആൽക്കഹോൾ ഡ്രങ്കണാണോ എന്ന് അറിയിക്കാൻ വേണ്ടി നമ്മളെ ജസ്റ്റ് ആൽക്കഹോൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അവർ. ആ സെൻസറിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഈ ഗ്യാസ് സെൻസറാണ്. മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത് ഗ്യാസ് സെൻസർ എങ്ങനെയാ വർക്ക് ചെയ്യാതെ ഗ്യാസ് സെൻസർ എന്ന് പറയുമ്പോൾ പല ഗ്യാസസിനും പല കണ്ടക്ടിവിറ്റി ആയിരിക്കും. ഒരു ഗ്യാസിന്റെ കണ്ടക്ടിവിറ്റി ആയിരിക്കില്ല. ഇപ്പോൾ ആസിഡിന്റെ, ഇപ്പോൾ ഒരു നൈട്രജന്റെ കണ്ടക്ടിവിറ്റി ആയിരിക്കില്ല വേറെ ഓക്സിജന്റെ കണ്ടക്ടിവിറ്റി. അതുപോലെ തന്നെ ആൽക്കഹോൾ മിക്സ് ചെയ്തിട്ടുള്ള കണ്ടക്ടിവിറ്റി ആയിരിക്കില്ല, ആൽക്കഹോൾ വേപ്പറിന്റെ കണ്ടക്ടിവിറ്റി ആയിരിക്കില്ല വാട്ടർ വേപ്പറിന്. പല കണ്ടക്ടിവിറ്റിയിൽ വ്യത്യാസമുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഇത് ഏത് ടൈപ്പ് ഗ്യാസ് ആണെന്ന് മെഷർ ചെയ്യാൻ പറ്റുക. ഇത് പല ഗ്യാസിന് കണ്ടക്ടിവിറ്റി ഉള്ളതുകൊണ്ട് തന്നെ പല സ്മെൽസ്, പല ഗ്യാസിന്റെയും ക്യാരക്ടറിസ്റ്റിക് നമുക്ക് ഇതിൽ സേവ് ചെയ്യാൻ പറ്റും, നമ്മുടെ ബോർഡിൽ സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഏത് റെസിസ്റ്റൻസ് ആണ് വരുന്നത് അതിനനുസരിച്ച് ഗ്യാസ് ചൂസ് ചെയ്യാൻ വേണ്ടി ഈ സെൻസർ നമ്മളെ സഹായിക്കും. ഇപ്പൊ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് നമ്മളെ LPG ഗ്യാസ് എല്ലാ വീട്ടിലും ഉള്ളതാണ്. ഇപ്പോൾ LPG ഗ്യാസസ് ഒക്കെ എങ്ങനെയാണ്? LPG ഗ്യാസ് എന്ന് പറയുമ്പോൾ അത് ഗ്യാസ് ആയതുകൊണ്ട് അതിന് കണ്ടക്ടിവിറ്റി ഉണ്ടാവും. ആ കണ്ടക്ടിവിറ്റി നമ്മൾ എടുത്തിട്ട് അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ, അപ്രോപ്രിയേറ്റ് റെസിസ്റ്റൻസ് വാല്യൂ നമ്മൾ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നമ്മൾ അപ്രോപ്രിയേറ്റ് റെസിസ്റ്റൻസ് വാല്യൂ എടുത്തിട്ട് അത് നമ്മുടെ ബോർഡിൽ അസൈൻ ചെയ്യാം. അപ്പോൾ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത്, ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പ്രൊജക്ട് എന്ന് പറയുന്നത്, LCD ഓൺ ആകുമ്പോൾ ഈ LPG ലീക്കേജ് ഡിറ്റക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫാൻ ഓൺ ആവുന്ന സിസ്റ്റം ചിന്തിച്ച് നോക്കുക. ഇപ്പൊ LPG ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മളെ ബോർഡ് സെൻസ് ചെയ്യാണ്. LPG ഡിറ്റക്ട് സെൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിലേ ആക്ടിവേറ്റ് ആണ്. സിമ്പിൾ പ്രൊജക്ട്. ഓക്കെ, ആ റിലേയിൽ നമ്മൾ ഫാനിന്റെ സ്വിച്ചിന്റെ പകരം റിലേ കൊടുക്കുക, അത്രേ വേണ്ടൂ. ഇനി അതിന്റെ വർക്കിംഗ് വീഡിയോ നമുക്ക് കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ്, ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചോദിക്കാം കേട്ടോ. നമ്മൾ ഗ്യാസ് സെൻസർ, ഇപ്പോൾ ഗ്യാസ് ലൈറ്ററിൽ നമ്മൾ ഗ്യാസ് ലീക്കേജ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിന് അനലോഗ് റീഡ് സിഗ്നലിൽ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഗ്യാസ് സെൻസർ എന്ന് പറയുന്നത് അതിൽ പ്ലേസ് ഉണ്ട്. അപ്പോൾ പല വാല്യൂസ് നമുക്ക് ഇത് സ്പെസിഫിക് സ്മെൽസ് മാത്രം ഡിറ്റക്ട് ചെയ്യേണ്ടു അങ്ങനത്തെ ഒരു യൂസ് ആണെങ്കിൽ അതിന്റെ പ്ലേസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ടൈപ്പ് ഗ്യാസസ് മാത്രം ഐഡന്റിഫൈ ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ പോലീസുകാർ മെയിനായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി അതിന് നമുക്കൊരു സിമുലേഷനിൽ കിടക്കാം. ഇപ്പൊ നമ്മൾ ഇതിന്റെ ഗ്യാസ് സെൻസറിന്റെ
വർക്കിംഗ് നമുക്ക് മനസ്സിലായി, അതിന്റെ റെസിസ്റ്റൻസിന്റെ ചേഞ്ച് ആണെന്നുള്ളത് മനസ്സിലായി. ഇപ്പോൾ നമ്മളെ പോലീസുകാർ ഉപയോഗിക്കുന്ന സെയിം സർക്യൂട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവാം. ചിലപ്പോൾ അഡിനോ ചിലപ്പോൾ ഇതായിരിക്കില്ല യൂസ് ചെയ്യുക, പക്ഷേ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒക്കെ സെയിം ആയിരിക്കും. സിമുലേഷനിലേക്ക് കടത്താം. ഇതാണ് നമ്മളെ ആൽക്കഹോൾ ഡിറ്റക്ഷൻ സിസ്റ്റം. നമ്മൾ ടിങ്കറിൽ സിമുലേറ്റ് ചെയ്ത ആൽക്കഹോൾ ഡിറ്റക്ഷൻ സിസ്റ്റം. ഇത് നമ്മുടെ ബോർഡ് പവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു LCD ഉണ്ട്. LCDന്റെ സർക്യൂട്ട് ഡയഗ്രാംസ് ഞാൻ ഗ്രൂപ്പിൽ ഇടാം. അതെങ്ങനെയാണ് LCD എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ അതിനോട് ഇന്നലെ പറഞ്ഞിരുന്നില്ലേ, ഒരു എക്സ്ട്രാ ബോർഡ് കിട്ടും, എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ LCD കണക്ഷൻസ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഷീൽഡ്, അഡിനോ ഷീൽഡ്സ് എന്നാണ് അതിനെ പറയാം. ഇനിയിപ്പോ ഇത് ആൽക്കഹോളിന്റെ വേപ്പേഴ്സ് എന്ന് വിചാരിക്കുക. ഞാനിപ്പോ ചെയ്യുന്നത് ആൽക്കഹോളിന്റെ വേപ്പേഴ്സ് എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഇത് ചെക്ക് ചെയ്യാം കേട്ടോ, നമ്മുടെ ഡിസ്പ്ലേ ചെക്ക് ചെയ്താൽ മതി. ഞാൻ ഔട്ട്പുട്ട് ഡിസ്പ്ലേയിലാണ് കൊടുത്തിട്ടുള്ളത്. ബസറിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു LED. ഹൈ ആൽക്കഹോൾ കൺസപ്ഷൻ ആണെങ്കിൽ ഒരു LED ബ്ലിങ്ക് ചെയ്യും. ഇപ്പോൾ ആൽക്കഹോൾ കൺസപ്ഷൻ ക്ലീൻ ആണ്. ഇപ്പോൾ അടുത്ത് കൊണ്ടുവരും തോറും മോഡറേറ്റ് ആൽക്കഹോൾ കൺസംഷൻ ആക്കി, സ്റ്റേറ്റ് മോഡറേറ്റ് ആക്കി. ഇനി കുറച്ചും കൂടെ അടുത്ത് കൊണ്ടുവരുമ്പോൾ കുറച്ചും കൂടെ ഹൈ കൺസംഷൻ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ അടുത്ത് കൊണ്ടുവരുന്നത്. ഹൈ ആൽക്കഹോൾ കൺസംഷൻ. ഇതേ സെയിം പ്രൊസീജിയറാണ് നമ്മുടെ ഡിക്റ്റേഷൻ സിസ്റ്റം, ആൽക്കഹോൾ ഡിക്റ്റേഷൻ സിസ്റ്റമിൽ വർക്ക് ചെയ്യണം. ഇപ്പോൾ ബസർ സൗണ്ട് ഉണ്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി എന്ന് പറയുന്നത് ഈ LED ബ്ലിങ്ക് ചെയ്യും. ഇതാണ് അവരുടെ സിസ്റ്റത്തിൽ നടക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അവർ കുറച്ചും കൂടെ സ്പെസിഫിക് പർപ്പസ് ബോർഡ്സ് ആയിരിക്കും യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ അതിൽ. ഇതിന്റെ കോഡ്സ് ഒക്കെ ഞാൻ ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് കോഡ്സ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, കോഡ്സ് തരാം. ഇനി അടുത്ത ടൈപ്പ് ഓഫ് സെൻസേഴ്സ് നമുക്ക് കിടക്കാം. ഇതിന്റെ ഒരു വർക്കിംഗ് വീഡിയോ നമുക്ക് നോക്കിയാലോ. ഇനി അടുത്ത ടൈപ്പ് ഓഫ് സെൻസേഴ്സ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ സെൻസേഴ്സ് ആണ്. ടെമ്പറേച്ചർ സെൻസേഴ്സ് രണ്ട് ടൈപ്സ് ഉണ്ട്, തെർമോകപ്പിൾ, തെർമിസ്റ്റർ. ഇപ്പോൾ തെർമോകപ്പിൾ എന്ന് പറയുമ്പോൾ ഹൈ ടെമ്പറേച്ചർ റേഞ്ചസ് ഒക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന സാധനമാണ് തെർമോകപ്പിൾ എന്ന് പറയുന്നത്. തെർമിസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ജനറൽ പർപ്പസ് ആണ്, പക്ഷേ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനോട് കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. ഇപ്പോൾ തെർമോകപ്പിളും തെർമിസ്റ്ററും ഒക്കെ യൂസ് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഓൾഡ് ജനറേഷൻ ആണ്, അത് വേറെ കാര്യം. എന്നാലുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ സർക്യൂട്ട് അതിനാവശ്യം. ഇതിൽ കാണുന്നുണ്ടാവും ജസ്റ്റ് ഒരു സർക്യൂട്ട് നമുക്ക് കാണുന്നുണ്ടാവും. അത് ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ ഈ സെൻസേഴ്സ് അല്ല ഇപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സെൻസേഴ്സ് എന്ന് പറയുന്നത് LM35. ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ എവിടെ പോയാലും ടെമ്പറേച്ചർ സെൻസർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്ന സെൻസർ എന്ന് പറയുന്നത് LM35 ആണ്. LM35 നമുക്ക് അഡിനോ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആണ്, നമുക്ക് യൂസ് ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടെ റെസിസ്റ്റൻസ് വാല്യൂ അതിനനുസരിച്ച് കിട്ടുന്നതുകൊണ്ട് തന്നെ അഡിനോ കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുന്നതും കറണ്ട് കൺസപ്ഷൻ കുറവായിട്ടുള്ള സെൻസറാണ് LM35. ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യാം അത് നമുക്കൊന്ന് കണ്ടുനോക്കാം. ഈ LM35 വെച്ചിട്ട് നമുക്കൊരു പ്രൊജക്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. കാരണം ഇപ്പൊ ചൂട് കൂടുന്ന സമയത്ത് മാത്രം ഫാൻ ഓൺ ആവാം, അങ്ങനത്തെ പല പ്രൊജക്ട്സുകൾ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ ചൂട് ഒരു 30 ഡിഗ്രി അല്ല 28 ഡിഗ്രി ചൂട് കൂടുതൽ, അതിനേക്കാളും ചൂട് കൂടുതലാണെങ്കിൽ നമുക്ക് ഫാൻ ഓട്ടോമാറ്റിക്കലി ഓൺ ആവണം. അങ്ങനത്തെ ഒരു പ്രൊജക്ട് നമുക്ക് ഉണ്ടാക്കാം. അതൊക്കെ ഈ സെൻസർ LM35 യൂസ് ചെയ്ത് ചെയ്യുന്ന പ്രൊജക്ട്സുകളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ്, നമുക്ക് എന്തെങ്കിലും പ്രൊജക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. ആരും എന്തായാലും റെസ്പോണ്ട് ചെയ്തിട്ട് എനിക്ക് എപ്പോഴും അല്ല, ഞാൻ എന്തായാലും റെസ്പോണ്ട് ചെയ്യാം. ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ 100% ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ഞാൻ ഷുവർ ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്ന വരില്ല,
എന്നാൽ നമ്മൾ എന്തായാലും ട്രൈ ചെയ്തിരിക്കും. ഇപ്പൊ അതിന്റെ വർക്കിംഗ് നമുക്ക് കാണാം. ഇപ്പോൾ ഹീറ്റ് ചെയ്തു, നമ്മൾ തെർമോകപ്പിൾ നമ്മൾ ഹീറ്റ് ചെയ്തപ്പോൾ ചേഞ്ച് ചെയ്ത് നമുക്ക് സിഗ്നലുകൾ കാണാം. വോൾട്ടേജ് ഡിവൈഡർ വെച്ച് ചെയ്തപ്പോൾ മില്ലി വോൾട്ട്സ് റേഞ്ചിലായിരിക്കും അത് കിട്ടുക നമുക്ക്. ഇത് നമുക്ക് കണ്ടില്ലേ, ഇപ്പം അതിന്റെ വർക്കിംഗ് വീഡിയോ കണ്ടില്ലേ. ഇനി നേരത്തെ ഞാൻ ഒരു സെൻസേഴ്സ് പറഞ്ഞില്ലേ, ഒരു ലൈറ്റ് സെൻസർ എന്ന് പറഞ്ഞിട്ട് LDR. ആ LDR സെൻസർ നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ നിങ്ങളുടെ റൂമിൽ ലൈറ്റ് എന്ന് വിചാരിക്കാം. ഇപ്പോൾ എല്ലാ സമയത്തും ഒരേ ലെവൽ ലൈറ്റ് തന്നെ ആവശ്യം വരാറില്ല. നമുക്ക് പലപ്പോഴും നമുക്ക് ലൈറ്റ് കൂടുതലായി തോന്നാറുണ്ട്, ലൈറ്റ് കുറവായി തോന്നാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ LDRന്റെ ആപ്ലിക്കേഷൻ വരുന്നത് അവിടെയാണ്. അവിടെ ഉള്ള നമുക്ക് ഉണ്ടാക്കാം, നമ്മുടെ റൂമിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന പ്രൊജക്ട് എന്ന് പറയുന്നത് ലൈറ്റിന്റെ ഇന്റൻസിറ്റി അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും ലൈറ്റിന്റെ. ചിലപ്പോൾ പുറത്ത് കുറച്ച് ലൈറ്റ് ഉണ്ട്, അപ്പൊ നമ്മുടെ ട്യൂബ് ലൈറ്റ് അല്ലെങ്കിൽ സാധാരണ LED ഇത്രയും വെളിച്ചത്തിൽ കത്തേണ്ട ആവശ്യമില്ല. അപ്പൊ അതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാം. ഇപ്പൊ പുറത്ത് തീരെ വെളിച്ചില്ല, തീരെ ഡാർക്ക് ആണ് എന്നുണ്ടെങ്കിൽ ഫുൾ ബ്രൈറ്റ്നസ്സിൽ കത്തിക്കാം. അപ്പൊ അവിടെ പവർ എനർജി കൺസപ്ഷൻ ആണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഗവൺമെന്റ് ഇപ്പോ ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്ന കുറെ പ്രൊജക്ട്സ് ഉണ്ടാവില്ല. കാരണം സ്ട്രീറ്റ് ലൈറ്റ്സ്, അവിടെ എനർജി കൺസപ്ഷൻ ഭയങ്കരമായിട്ട് കൂടുന്ന ഒരു സാധനമാണ് സ്ട്രീറ്റ് ലൈറ്റ്സ്. അപ്പൊ അവിടെ കുറെ LED ആക്കി കഴിഞ്ഞു ഇപ്പൊ തന്നെ. പക്ഷെ ആ LED നമുക്ക് ഒരു സാധനം കൂടെ നമുക്ക് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി LED ഓൺ ആവും ഓഫ് ആവും ഇപ്പോൾ സിസ്റ്റം ഉണ്ട്, ടൈമർ വെച്ച സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ ലൈറ്റ് വെച്ച സിസ്റ്റം ഉണ്ട്. പക്ഷെ അതിന്റെ ഇന്റൻസിറ്റി നമുക്ക് വാരി ചെയ്യാൻ പറ്റും. ഇന്റൻസിറ്റി കൂടുന്ന ഇപ്പോ ആംബിയന്റ് ലൈറ്റ് കൂടുതലാണെങ്കിൽ അത്ര ഇന്റൻസിറ്റിയിൽ ലൈറ്റ് കത്തേണ്ട ആവശ്യമില്ല. പക്ഷെ ആംബിയന്റ് ലൈറ്റ് കുറവാണെങ്കിൽ ലൈറ്റ് കത്തണം. അങ്ങനത്തെ ഒരു സിസ്റ്റം നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ റൂമിൽ തന്നെ, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മുടെ റൂമിൽ തന്നെ ചെയ്ത് നോക്കുക. ഹെൽപ്പ് വേണമെങ്കിൽ എന്തെങ്കിലും ചോദിച്ചാൽ മതി. അടുത്ത ടൈപ്പ് ഓഫ് സെൻസേഴ്സ് എന്ന് പറയുന്നത് ഹാൾ സെൻസറാണ്. ഓക്കെ സി ഹരികൃഷ്ണ, നമ്മൾ ട്രൈ ചെയ്യാം. ഇനി അടുത്ത സെൻസേഴ്സ് എന്ന് പറയുന്നത് ഹാൾ സെൻസറാണ്. ഹാൾ സെൻസർ എന്ന് പറയുമ്പോൾ ഹാൾ എഫക്ട് ഉപയോഗിച്ചുള്ള വർക്ക് ചെയ്യുന്ന ഒരു സെൻസറാണ് ഹാൾ സെൻസർ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുക. ഇതിന്റെ അകത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ആണ് അതിന്റെ മെയിൻ ആയിട്ട്. മാഗ്നറ്റിക് ഫീൽഡ് വാരി ചെയ്യുന്നതനുസരിച്ച് അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂസ് മാറും. അത് നമ്മൾ Arduino ബോർഡ് ഡിറ്റക്ട് ചെയ്യും. നമ്മളെ ഇതുപോലെ തന്നെ LM35 പോലെ തന്നെ അതിന്റെ റെസിസ്റ്റൻസ് തന്നെയാണ് ഇതിലും വാരി ചെയ്യുക. ഇതൊരു അനലോഗ് സെൻസറാണ്, ഡീറ്റെയിൽ സെൻസറാണ്. ഇതൊരു അനലോഗ് സെൻസറാണ്. ഇനി നിങ്ങൾക്ക് ഇത് എവിടെ ആപ്ലിക്കേഷൻ വരാം? നിങ്ങളുടെ വീട്ടിൽ ഇത് എവിടെ ആപ്ലിക്കേഷൻ വരാം? ഞാൻ വീട്ടിൽ എന്ന് പറയുന്ന കാര്യം നമ്മൾ ചിന്തിക്കണം. നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? പലപ്പോഴും നമുക്ക് പല സാധനങ്ങളും പല ടാസ്കുകളും നമുക്ക് എളുപ്പമാക്കാൻ വേണ്ടി ഇത് സാധിക്കും. ഞാനിപ്പോൾ വീട്ടിലൊരു ചെയ്തൊരു പ്രൊജക്ട് എന്ന് പറയുന്നത്, നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടി സ്മോൾ ബേസിൽ പ്രൊജക്റ്റ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വാട്ടർ ലെവൽ, ഇപ്പോൾ മോട്ടർ ഓഫായി കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ മോട്ടർ എന്താണ് ഓഫ് ആവണം, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ടാങ്കിൽ എത്ര വാട്ടർ ലെവൽ റിമൈനിങ് ഉണ്ട്, അത് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ പല സെൻസേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ PIR സെൻസർ വെച്ചാൽ നമ്മുടെ വീട്ടിൽ അപ്ലിക്കേഷൻസ് പലതും വരുന്നുണ്ട്. കാരണം ഓട്ടോമാറ്റിക് കോണിംഗ് ബെൽ, അത് നമ്മൾ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ആരെങ്കിലും പ്രസൻസ് മൂവ്മെന്റ് ഡിറ്റക്ട് ചെയ്തു, കോണിംഗ് ബെൽ ഓട്ടോമാറ്റിക്കലി അടിച്ചു. നമ്മൾ അതിൻ്റെ ഇന്റൻസിറ്റി ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോൾട്ട് സ്റ്റേക്ക് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനത്തെ പല പ്രൊജക്ട്സുകളും നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഹാൾ സെൻസർ, അതിൽ നിന്നാണ് ഞാൻ ഡൈവേർട്ട് ചെയ്ത് പോയത്. ഹാൾ സെൻസർ എവിടെയാണ് ഉപയോഗിക്കുക? ഹാൾ സെൻസർ ഇപ്പോൾ രാത്രി നിങ്ങൾ കിടന്നുറങ്ങുകയാണ്. ഞാനൊരു സെനാറിയോ പറയാം. രാത്രി നിങ്ങൾ കിടന്നുറങ്ങുകയാണ്. നമുക്ക് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഡോർ ആരെങ്കിലും ഓപ്പൺ ചെയ്തു, വേറെ ഏതെങ്കിലും ഡോർ നമ്മൾ അടയ്ക്കാൻ മറന്നു, അല്ലെങ്കിൽ ജനൽ എങ്ങനെ അടയ്ക്കാൻ മറന്നു, പക്ഷെ വേറെ ആരെങ്കിലും ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഹാൾ സെൻസറിന് പറ്റും. നമ്മുടെ ഡോറിന്റെ ഇപ്പോൾ ഡോറിന് ഒരു മാഗ്നറ്റ് ഉണ്ട്. ജസ്റ്റ് സിമ്പിൾ ആപ്ലിക്കേഷൻ ആണ് ഞാൻ പറയുന്നത്. ഡോറും ഒരു മാഗ്നറ്റ് ഉണ്ട്, ഇപ്പോൾ അതിന്റെ വാളും ഒരു മാഗ്നറ്റ് ഉണ്ട്. അത് രണ്ടും കൂടെ എപ്പോഴും പെയർ ആയിട്ട് ഇരിക്കുക. അതിന്റെ പെയർ മാഗ്നറ്റിക് ഫീൽഡ് പോകുമ്പോൾ അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ മാറുമല്ലോ. അങ്ങനെ മാറ്റുന്ന കോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി, സ്പെസിഫിക് ആപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻസറാണ്. ഇതിന്റെ ശരിക്കുള്ള ആപ്ലിക്കേഷൻ വരുന്നത് ഇവിടെ ഒന്നും അല്ല.
ഇലക്ട്രിക് വെഹിക്കിൾസിലാണ്. അതിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോട്ടോറിന്റെ എത്ര സ്പീഡിലാണ് കറങ്ങുന്നത് എന്നൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയാണ് സ്പെസിഫിക് അപ്ലിക്കേഷൻ വേണ്ടിയാണ് ഇത് ശരിക്കും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇതിനു വേണ്ടിയും യൂസ് ചെയ്യാം. അതിന്റെ വർക്കിംഗ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മൾ ഹാൾ സെൻസർ. നമ്മൾ പ്ലഗ് ഇൻ ചെയ്തു. മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോൾ അതിന്റെ റെസിസ്റ്റൻസ് അനലോഗ് റേറ്റിലുള്ള റെസിസ്റ്റൻസ് വാല്യൂസ് ചേഞ്ച് ചെയ്യും. അത് തന്നെയാണ് നമ്മൾ CROയിലും കാണുന്നത്. ഇപ്പോൾ മാഗ്നറ്റിക്കിന്റെ പ്രസൻസ് എവിടെ ഉണ്ടോ അവിടെ അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ ചേഞ്ച് ചെയ്തിരിക്കും. ഇപ്പോൾ ഹാൾ സെൻസർ നമ്മളെ സ്മാർട്ട് ഫോണിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. കാരണം അതിന്റെ ഒരു അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെ മാഗ്നറ്റിക് ഫീൽഡ് എവിടെയെങ്കിലും മാഗ്നറ്റിക് കൂടുതലുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോമ്പസ് ആപ്പ് കാലിബ്രേറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് കാണിക്കാറുണ്ട് പലപ്പോഴും. അതൊക്കെ ചെയ്യേണ്ടി വരുന്നത് കാരണം ഇതാണ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പ്രൊസസ്സറിനോട് പറഞ്ഞു കോമ്പസ് അതിന്റെ വാല്യൂസ് തെറ്റായിട്ടുണ്ട്, അത് കാലിബ്രേറ്റ് ചെയ്യേണ്ടതായിട്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പസ് നമുക്ക് പ്രൊസസ്സറിന് അങ്ങനെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കോമ്പസ് ആപ്പ് നമ്മൾ തുറക്കുമ്പോൾ കാലിബ്രേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ എന്നും ചെയ്യുന്ന ഒരു ടാസ്ക്കാണ് അത്. എന്നും അല്ല, കോമ്പസ് ഉപയോഗിക്കുന്ന ചില സമയത്ത് ചെയ്യുന്ന ടാസ്ക്കാണ്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് സെൻസേഴ്സ് എന്ന് പറയുന്നത് അൾട്രാസൗണ്ട് സെൻസർ ആണ്. ഇതാണ് അൾട്രാസൗണ്ട് സെൻസർ. അൾട്രാസൗണ്ട് സെൻസർ നമ്മൾ അവിടെ യൂസ് ചെയ്യാം ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി മാത്രം. ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ എവിടെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യണോ, ഒബ്സ്റ്റക്കിൾ എവിഡൻസ് റോബോട്ട്, എനിക്കൊരു ഒബ്സ്റ്റക്കിൾ എവിഡൻസ് റോബോട്ട് ഉണ്ടാക്കണമെങ്കിൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സെൻസറാണ് അൾട്രാസൗണ്ട് സെൻസർ എന്ന് പറയുന്നത്. ഇപ്പോൾ അൾട്രാസൗണ്ട് സെൻസർ നമുക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒന്ന് കാണാം. ഇതിലൊരു എക്കോ പിന്നും ഒരു ട്രിഗറും ഉണ്ട്. ഇപ്പോൾ എക്കോ ഒരു അൾട്രാസൗണ്ട് സിഗ്നൽ സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസീവ് ചെയ്യും. എക്കോ സിഗ്നൽ റിസീവ് ചെയ്യും. അപ്പോൾ അതിൽ സ്പീഡ് ഓഫ് സൗണ്ട് നമുക്കറിയാം. അപ്പോൾ ആ സ്പീഡ് ഓഫ് സൗണ്ടിൽ എത്ര ടൈം ടേക്ക് ചെയ്തു, ഈ ഒരു സിഗ്നലിൽ സെൻഡ് ചെയ്ത് റിസീവ് ചെയ്യാൻ എത്ര ടൈം ടേക്ക് ചെയ്തു, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ വാല്യൂസ്, ഡിസ്റ്റൻസ് വാല്യൂസ് നമുക്ക് കിട്ടും. ഒരു ഒബ്സ്റ്റക്കിൾ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്യും. ആ സൗണ്ട് സിഗ്നൽ അവിടെ റിഫ്ലക്ട് ചെയ്യും. അവിടെ റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ ഈ സെൻസ് ചെയ്യുമ്പോൾ എത്ര ടൈം എടുത്തു, ആ ടൈമിലാണ് നമ്മളെ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് ഒബ്സ്റ്റക്കിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് മെഷർ ചെയ്യുന്നത്. അങ്ങനെയാണ്. ഇതാണ് അതിന്റെ വർക്കിംഗ്. ഒരു ട്രിഗർ സിഗ്നലിൽ പോയി എക്കോ തിരിച്ചു വന്നു. അപ്പൊ അതിന് എന്തോരം ടൈം എടുത്തു, ആ ടൈമാണ് നമ്മൾ മെഷർ ചെയ്യുക. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഐ ആർ സെൻസറും. IR സെൻസർ പക്ഷേ ആംഗിൾ ആയിരിക്കും മെഷർ ചെയ്യുക. ഞാൻ ടൈപ്പ് 1 IR സെൻസേഴ്സ് പറഞ്ഞിരുന്നു. ആ IR സെൻസേഴ്സിൽ ആംഗിൾ ആയിരിക്കും മെഷർ ചെയ്യുക. ഒരു ലൈറ്റ് പോയി, ആ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്ത് വന്നു. ഒരു IR LED ലൈറ്റ് നമ്മൾ എമിറ്റ് ചെയ്തു, അത് ഫോട്ടോ ഡയോഡ് വഴി LED കൂടി എടുത്തു. അങ്ങനെ ചെയ്യുമ്പോൾ അത് ആംഗിൾ ആയിരിക്കും മെഷർ ചെയ്യുക. അപ്പോൾ എത്ര ആംഗിളിലാണ് ഉള്ളതനുസരിച്ച് അതിന് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്മോൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് നമുക്ക് സാധിച്ചില്ല എന്ന് വരും. അങ്ങനെയുള്ള അപ്ലിക്കേഷന് വേണ്ടി അങ്ങനെയുള്ള ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ആംഗിൾ രീതികളൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. ഇനി അതിന്റെ സിമുലേഷൻ കാണാം നമുക്ക്. ഇത് വെച്ചിട്ടുള്ളൊരു സിമുലേഷൻ നമുക്ക് കാണാം. പക്ഷെ അതിന്റെ ഒരു വർക്കിംഗ് വീഡിയോ ഉണ്ട്, ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ഇതിന്റെ വർക്കിംഗ് വീഡിയോ. എന്തോരം ഡിസ്റ്റൻസ് അത് ഉണ്ട് അതിനനുസരിച്ച് നമ്മൾ CROയിലെ വാല്യൂ ചേഞ്ച് ചെയ്ത് തരണം. ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നുണ്ട്, സെന്റിമീറ്ററിൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യും.
ഇതിന്റെ പല റേഞ്ചസിലുള്ള അവൈലബിൾ ആണ്, പല ഫീൽഡ് ഓഫ് വ്യൂവിലുള്ള അവൈലബിൾ ആണ്. ഓക്കെ, ഇനി ഈ സെൻസേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു, അതിന്റെ സിമുലേഷൻ നമുക്ക് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഇപ്പോൾ ഈ COVID-19 പീരീഡിൽ ഏറ്റവും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സിമുലേഷൻ ആണ് നമ്മൾ പറയുന്നത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഹാൻഡ് സാനിറ്റൈസർ നിങ്ങൾ പലപ്പോഴും യൂസ് ചെയ്തിട്ടുണ്ടാവും, യൂസ് ചെയ്തുകൊണ്ടും ഇരിക്കുന്നുണ്ടാവും. ഹാൻഡ് സാനിറ്റൈസർ നല്ലതാണ്, ഹെൽത്തിയാണ്. ഹാൻഡ് സാനിറ്റൈസർ നല്ല കമ്പനിയുടെ ആണെങ്കിൽ അത് ഹെൽത്തിയാണ്, നല്ലതാണ്. പക്ഷേ ഹാൻഡ് സാനിറ്റൈസർ യൂസ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നതാണ് ഹെൽത്തിയാണ്, അത്ര ഹെൽത്തി അല്ല. കാരണം പലപ്പോഴും പല കടയുടെ ഫ്രണ്ടിലും ഹാൻഡ് സാനിറ്റൈസർ വെച്ചിട്ടുണ്ടാവും. പക്ഷെ അത് നമ്മൾ കാണാറുണ്ട്, എല്ലാവരും പിടിച്ച് പ്രസ് ചെയ്യുന്നുണ്ട്. അവിടെ എന്തോരം കോണ്ടാക്റ്റാണ് വരുന്നത്. ഓക്കെ, സമ്മതിച്ചു, അത് കോണ്ടാക്ട് വരുന്നതിന് ശേഷം നമ്മൾ സാനിറ്റൈസർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അവിടെയും കോണ്ടാക്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളൊരു സിമുലേറ്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പല ഹോട്ടൽസിലൊക്കെ പോകുമ്പോഴും പല മാൾസിലൊക്കെ പോകുമ്പോഴും നമ്മൾ കാണാറുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി വെറുതെ ഹാൻഡ് കാണിക്കുമ്പോഴേക്കും സെൻസ് ചെയ്ത് വെള്ളം വരുന്ന ഒരു രീതി. അത് നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ, നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു ജസ്റ്റ് ഒരു മോട്ടോർ, ഒരു ഇതുണ്ടെങ്കിൽ അൾട്രാസൗണ്ട് സെൻസർ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അതിന്റെ സിമുലേഷൻ നമുക്ക് കാണാം. ടിങ്കർ കാഡിലാണ് നമ്മൾ ചെയ്തിട്ടുള്ള സിമുലേഷൻ. ഇപ്പൊ എല്ലാവർക്കും ടിങ്കർ കാഡ് പരിചയമായില്ലേ? ഇനി അതില് അധികം എന്തെങ്കിലും ഡൗട്ട്സ് എങ്ങനെ വന്നിരുന്നോ ചെയ്തപ്പോൾ? എന്തെങ്കിലും വന്നാൽ തന്നെ നമുക്ക് ചോദിക്കാൻ വരുമ്പോൾ കാണിക്കാം, നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് തന്നെ ചെയ്യാം. യൂട്യൂബിൽ ഇപ്പൊ തന്നെ എല്ലാം അവൈലബിൾ ആണ്. നമ്മളെല്ലാവർക്കും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മൾ സിമുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതിലുള്ള മിക്ക കമ്പോണൻസ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. ഇത് മിനി മോട്ടർ, ഇത് 9 വോൾട്ട് ബാറ്ററി, അതൊക്കെ ഫെമിലിയർ ആണ്. ഇത് റിലേ, LED, റെസിസ്റ്റർ. LED ഇന്നലെ റെസിസ്റ്റൻസിന് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഇന്നലെ തന്നെ മനസ്സിലായി കാണും. കാരണം റെസിസ്റ്റൻസ് വെച്ചില്ലെങ്കിൽ LED പവർ കൺസംഷൻ കുറവാണ്. അപ്പൊ നമ്മൾ ഹൈ കറണ്ട് അതിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. കറണ്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ റെസിസ്റ്റൻസ് യൂസ് ചെയ്യുക. പിന്നെ IR സെൻസർ, ഇത് അൾട്രാസൗണ്ട് സെൻസർ നമ്മൾ യൂസ് ചെയ്യാം, നമുക്ക് പർച്ചേസ് ചെയ്യാം. പലവരും യൂസ് ചെയ്തിട്ടുണ്ടാവും, ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ളവരുണ്ടാവും. യൂസ് ചെയ്യാത്തവർ നമ്മൾ യൂസ് ചെയ്ത് പഠിക്കാം. ടിങ്കറിൽ ചെയ്തിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്ത് പഠിക്കാം, പർച്ചേസ് ചെയ്യാം. Arduino, ഇത് നമുക്കൊന്ന് സിമുലേറ്റ് ചെയ്ത് നോക്കിയാലോ? ഇപ്പോൾ ഇതിന്റെ മോട്ടറിന്റെ ഭാഗവും ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. കാരണം മോട്ടോർ കറങ്ങുന്നത് ചിലപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടോളന്നില്ല. ഇപ്പോൾ ഇത് ഹാൻഡാണ്, ഈ ഡോട്ട് ഒരു ഹാൻഡാന്ന് വിചാരിക്കാം. ആ ഹാൻഡ് നമ്മ ഈ ഫീൽഡ് ഓഫ് വ്യൂ ഇങ്ങനെ അടുത്തേക്ക് വരിക, നമ്മ ഇത് കാണിക്കാം, ഹാൻഡ് സാനിറ്റൈസറിന്റെ മുമ്പിൽ നമ്മുടെ ഹാൻഡ് കാണിക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്, സെനാരിയോ ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ റിലേ ട്രിഗർ ചെയ്യും, നമ്മുടെ മോട്ടോർ കറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. മോട്ടോർ കറങ്ങുന്നത് കണ്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. എപ്പോൾ ചെയ്യണോ അവിടെ മോട്ടോർ കറങ്ങും. ഇത്ര സെക്കൻഡിൽ കറങ്ങേണ്ട ആവശ്യമുള്ളൂ. ഈ മോട്ടോർ എന്ന് പറയുന്നത് അവിടെ ഒരു പമ്പാണ് നമ്മൾ ചെയ്യണത്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു പമ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സാനിറ്റൈസർ എന്ന് പറയുന്നത് വളരെ കട്ടി കുറഞ്ഞ ഒരു ഇതായതുകൊണ്ട് നമ്മൾ സാധാരണ വാട്ടർ പമ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇനി അതിന്റെ കോഡ്, ഇത് നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള, നമ്മുടെ ഈ സിറ്റുവേഷനിൽ റെലവെന്റ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കോഡ് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. ഇപ്പോൾ ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രാം ഇത് നമ്മുടെ Arduinoയിൽ കണക്ട് ചെയ്തേക്കുന്നത്. ഇതിന്റെ എക്കോ പിൻസ് ഉണ്ട്, നമ്മളെ 4 പിൻസ് ഉണ്ട്. XC/SR04 4 പിൻസ് ആണുള്ളത്. ഒരെണ്ണം ട്രിഗർ, എക്കോ, പിന്നെ വോൾട്ടേജ് VCC, ഗ്രൗണ്ട്. അതാണ് നമുക്ക് 4 പിൻസ് ഉള്ളത്.
VCC ഗ്രൗണ്ട് നമ്മൾ എപ്പോഴും കണക്ട് ചെയ്യണ പോലെ തന്നെ എപ്പോഴും വെക്കുക. ഇപ്പോൾ ട്രിഗറും എക്കോ ആണ് നമുക്ക് സിഗ്നൽ തരുന്ന രണ്ട് പിൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്കോ പിൻ 2 നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഡിഫൈൻ എക്കോ പിൻ 2. എക്കോ പിൻ 2 നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ PWM പിന്നിൽ 2ൽ നമ്മൾ എക്കോ പിൻ കണക്ട് ചെയ്തു. എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം സർക്യൂട്ട് ഡയഗ്രം ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ ബോർഡ്, ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, സർക്യൂട്ട് ഡയഗ്രം ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ കോഡ് ചെയ്യാനും ബോർഡ് ചൂസ് ചെയ്യാനും. ഇപ്പൊ ഞാൻ ഇവിടെ കണക്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാം. അടുത്തുള്ള രണ്ട് പിന്നാണ്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ 2 ഉം 3 ഉം സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് വേറെ ഏതും സെലക്ട് ചെയ്യാം, അതുകൊണ്ട് മാത്രം. ഇപ്പോൾ ഡിഫൈൻ എക്കോ പിൻ 2 നമ്മൾ ഡിഫൈൻ ചെയ്തു. ഞാൻ ഇപ്പോൾ 2ൽ കണക്ട് ചെയ്തുകൊണ്ട് അങ്ങനെ ഡിഫൈൻ ചെയ്തു. അപ്പോൾ അത് എക്കോ പിൻ ആയിട്ട് വർക്ക് ചെയ്തു. ട്രിഗർ പിൻ ആയിട്ട് എക്കോ പിൻ 3 അതും വർക്ക് ചെയ്തു. ഇനി മോട്ടോർ പിൻ ആയിട്ട് ഞാൻ 8 ആണ് ചൂസ് ചെയ്തത്. കുറച്ച് മോട്ടോർ പിൻ കുറച്ച് ഹൈ ലോഡ് ഉള്ളതിൽ 8 കുറച്ച് അകലെ വെച്ചിട്ട് 8 ചൂസ് ചെയ്തു. ഇനി അതിന്റെ വോയിഡ് സെറ്റപ്പ്, വോയിഡ് ലൂപ്പ്, പിന്നെ ട്രിഗർ പിന്നെ ഔട്ട്പുട്ട് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കണം ഓൾറെഡി. ഓക്കെ, എക്കോ പിൻ ഇൻപുട്ട് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചു. ഇനി വോയിഡ് ലൂപ്പിൽ നമ്മളുള്ള ഫങ്ഷൻസ്, ഇത് എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യണ ഫങ്ഷൻസ് ആണ്. വോയിഡ് സെറ്റപ്പിലുള്ള ആദ്യം ചെക്ക് ചെയ്യും, പിന്നെ വോയിഡ് ലൂപ്പിലുള്ളത് എപ്പോഴും ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇനി ഡീറ്റെയിൽ റൈറ്റ് മോട്ടോർ പിൻ ലോ, ഇനീഷ്യൽ സ്റ്റേറ്റിൽ മോട്ടോർ പിൻ ലോ ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഹൈ ആണ്, മുമ്പുള്ള സ്റ്റേറ്റിൽ ഹൈ ആയിരുന്നു, മോട്ടോർ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മോട്ടോർ പിന്നെ ഇനീഷ്യലി ലോ ആക്കി വെക്കാൻ വേണ്ടി. ഇത് എപ്പോഴും റൺ ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് ഇപ്പോൾ ഇതിൽ പറയാൻ പോകുന്നത്. ഡീറ്റെയിൽ റൈറ്റ് ട്രിഗർ പിൻ ലോ. ഓക്കെ, ഡിലേ മൈക്രോ സെക്കൻഡ്, വളരെ ചെറിയ മൈക്രോ സെക്കൻഡ്സ്, അത്രയും ഡിലേയിലാണ്. ചെറിയ മൈക്രോ സെക്കൻഡ്സ് എന്ന് പറയുമ്പോൾ 2 മൈക്രോ സെക്കൻഡ്സിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യണത്. ഇപ്പോൾ ഇവിടെ വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം നിങ്ങൾക്ക്. ഡിസ്റ്റൻസ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമുക്ക് 0.034 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടാൻ പറ്റും. സ്പീഡ് ഓഫ് സൗണ്ട് ഒക്കെ വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ആണ്. അപ്പോൾ 0.034. ഇപ്പോൾ ഇഫ് ഡിസ്റ്റൻസ് 20നേക്കാളും കുറവാണെന്ന് വിചാരിക്കാം, അടുത്തെത്തിയാലല്ലേ നമുക്ക് ഇതാക്കേണ്ട ആവശ്യമുള്ളൂ. 20 സെന്റിമീറ്ററിന് അടുത്ത് ആയി. ഇപ്പോൾ ഹാൻഡ് എന്ന് പറയുമ്പോൾ 20 സെന്റിമീറ്റർ ആയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടി. 20 സെന്റിമീറ്ററിന് കുറവാണ് ഡിസ്റ്റൻസ്, നമ്മൾ മെഷർ ചെയ്ത ഡിസ്റ്റൻസ് 20 സെന്റിമീറ്ററിന് കുറവാണെങ്കിൽ നമ്മുടെ ഇത് ട്രിഗർ ചെയ്യും, അൾട്രാസൗണ്ട് സെൻസർ ട്രിഗർ ചെയ്യും. ട്രിഗർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടോർ പിൻ ഹൈ, ഡീറ്റെയിൽ റൈറ്റ് മോട്ടോർ പിൻ ഹൈ ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ റിലേ ട്രിഗർ ചെയ്യും. റിലേ ട്രിഗർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോട്ടോർ കറങ്ങും. മോട്ടോർ എന്തുകൊണ്ടാണ് ഞാൻ റിലേ അവിടെ കൊടുക്കാനുള്ള കാരണം, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, പല ബോർഡിനും പല റേറ്റിംഗ് ആണുള്ളത്. പല എക്യുപ്മെന്റ്സ്, ഇപ്പോൾ മോട്ടോർ കറങ്ങാനുള്ള അത്രയും പവർ നമ്മുടെ ബോർഡിന് ഉണ്ടാവില്ല. പക്ഷെ ചിലപ്പോൾ ബോർഡ് കറങ്ങിയെന്നൊക്കെ വരും, പക്ഷെ അതേ നേരം ബോർഡ് പെട്ടെന്ന് ഹീറ്റ് ആവും, പെട്ടെന്ന് ബോർഡ് ഡാമേജ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ വേറെ എന്തെങ്കിലും നമുക്ക് L293D ഉപയോഗിക്കാം. അങ്ങനത്തെ പല സെൻസേഴ്സ് അല്ല, അതൊക്കെ ICs ആണ്, അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ Arduino എന്ന് പറയുമ്പോൾ മാക്സിമം കറണ്ട് എന്ന് പറയുമ്പോൾ അത്ര അധികം ഇല്ല. 500 mA എന്തായാലും 1 ആംപിയറിന്റെ കുറവാ പറ്റുള്ളൂ. പക്ഷെ മോട്ടർ അങ്ങനെയല്ല. ഇനീഷ്യലി സ്റ്റാർട്ടിങ് ടോർക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ 1.5 ഒക്കെ വരെ എത്തിയെന്ന് വരും. അങ്ങനെയൊക്കെ എത്തുമ്പോൾ നമുക്ക് Arduinoക്ക് വലിയ ലോഡായിട്ട് തോന്നുന്നല്ല. Arduino പെട്ടെന്ന് ഹീറ്റ് ആവും. അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരു വേറെ സെപ്പറേറ്റ് റിലേയും ബാറ്ററിയും കൊടുത്തിട്ട് ഇത് മോട്ടർ കണക്ട് ചെയ്തത്. LED പ്രശ്നമില്ല, LED ചെറിയ കറണ്ടല്ലേ വലിക്കുള്ളൂ. ഇനി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പോലെ റിലേയുടെ കണക്ഷൻ ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഡീറ്റെയിൽ റൈറ്റ് മോട്ടോർ പിൻ ഹൈ, ഡിലേ എന്ന് പറയുന്നത് 5 സെക്കൻഡ്സ് ആണ്. 5000 മില്ലി സെക്കൻഡ് എന്ന് പറയുമ്പോൾ 5 സെക്കൻഡ്സ് ആയിരിക്കും അതിന്റെ ഡിലേ. ഇപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ ഒരു ട്രിഗർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 സെക്കൻഡ്സ് മോട്ടർ ഓൺ ആയിരിക്കും. 5 സെക്കൻഡ്സ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു 2 സെക്കൻഡ്സ് ഒക്കെ മതി. കാരണം അത്രയും സാനിറ്റൈസറിന്റെ യൂസ് കുറയില്ലേ, 2 സെക്കൻഡ്സ് ഒക്കെ മതിയാവും. പക്ഷേ 2 സെക്കൻഡ്സ് ഒക്കെ ആകുമ്പോൾ ഞാൻ എപ്പോഴെപ്പോഴും ട്രിഗർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ മോട്ടർ കാണിക്കാൻ വേണ്ടി മാത്രം. ഇപ്പോൾ ഡിലേ 5 സെക്കൻഡ്സ്. ഇനി എന്ന് പറയുന്നത് ഇപ്പോൾ മോട്ടോർ പിൻ ലോ, അതും ഡിലേ 5 സെക്കൻഡ്സ് ആക്കി വെച്ചു. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വേണ്ടേ, നമ്മുടെ മോട്ടോർ നിൽക്കണ്ടേ. ഇപ്പോൾ മോട്ടോർ റൺ ചെയ്തുകൊണ്ടേയിരിക്കും, ഡിലേ 5 സെക്കൻഡ്സിന് റൺ ചെയ്തുകൊണ്ടേയിരിക്കും, നിൽക്കില്ല. ഒരു കമാൻഡ് കിട്ടുന്നവരെ അവർ റൺ ചെയ്തുകൊണ്ടേയിരിക്കും.
അതിനു വേണ്ടിയാണ് നമ്മൾ ഡിലേ ഫങ്ഷൻസ് ഒക്കെ കൊടുക്കാനുള്ളത്. ഇനി എന്ന് പറയുന്നത് നമ്മുടെ റിലേ ആണ് നമുക്ക് ഇപ്പോൾ അതിന്റെ കണക്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഞാൻ സിമുലേഷൻ സ്റ്റോപ്പ് ചെയ്യണം. ഇത് നമ്മൾ കോമൺലി അവൈലബിൾ റിലേ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. റിലേയുടെ കണക്ഷൻസ് ഇപ്പോൾ പിൻ ഡയഗ്രാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. റിലേ എല്ലാ റിലേകളും ഇങ്ങനത്തെ ഒരു സർക്യൂട്ട് ഡയഗ്രാം ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ഇന്റേണൽ സർക്യൂട്ട് ഡയഗ്രാംസ് ഉണ്ടാവും. ഇതിപ്പോൾ നമുക്ക് ഒരു കോയിൽ കാണുകയാണെങ്കിൽ അത് എനർജൈസ് ചെയ്യാനുള്ള കോയിലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ എനർജൈസ് ചെയ്യാനുള്ള ഒരു കോയിൽ ഇന്നലെ ഷേസിയ പറഞ്ഞിരുന്നു ഒരു റിലേ ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞിരുന്നില്ലേ. ഇപ്പോൾ ഇത് എനർജൈസ് ചെയ്യാനുള്ള ഒരു കോയിലാണ്. നമ്മൾ സാധാരണ അവൈലബിൾ എല്ലാ റിലേയിലും ഉണ്ടാവും. ചിലപ്പോൾ ഡബിൾ ത്രോ SPDT അങ്ങനത്തെ പല റിലേസ് അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന റിലേ 5 വോൾട്ടിന്റെ റിലേ തന്നെയാണ്. ഇപ്പോൾ ഇതാണ് എനർജൈസ് ചെയ്യാനുള്ള ഒരു കോയിൽ. എനർജൈസ് ചെയ്യാനുള്ള ഒരു കോയിൽ എന്ന് പറയുമ്പോൾ അതിന്റെ നമ്മൾ ആലോചിച്ച് നോക്കും, ഇവിടെ എത്ര പിന്നുണ്ടോ? 1 2 3. ഇവിടെയാണ് സർക്യൂട്ട് ഡയഗ്രം ഉള്ളത്. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെയല്ലേ ഇവിടെയും കണക്ട് ചെയ്തേക്കണം 1 2 3 ഉണ്ടോ? ഇത് സെയിം പാറ്റേണിലായിരിക്കും നമ്മുടെ പിൻസും ഒരിക്കലും എല്ലാ റിലേയിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെയും ഈ രണ്ട് പിന്നായിരിക്കും നമ്മുടെ ഇവിടെ കറസ്പോണ്ടിങ് പിൻസ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പിൻസാണ് ഇതും. അപ്പോൾ ഈ രണ്ട് പിൻസ് തന്നെ നമ്മൾ ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിലേ എനർജൈസ് ചെയ്ത റിലേനെ ഓൺ ആക്കാൻ വേണ്ടി സാധിച്ചു. റിലേയുടെ കണക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. നമ്മൾ ബോർഡിൽ എങ്ങനെയാണ് റിലേ കൊടുത്തേക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പിന്ന്, ആ എനർജൈസ് ചെയ്യാനുള്ള പിൻസാണ് ഇത്. നമ്മൾ ഒരെണ്ണം ഗ്രൗണ്ടിൽ കൊടുത്തു. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നത് ഗ്രൗണ്ടിലൊക്കെ മിനിമം വയേഴ്സ് യൂസ് ചെയ്ത് ചെയ്യണം. ഇത് നമുക്ക് കുറച്ചും കൂടെ ഇത്രയൊന്നും വയേഴ്സ് ആവശ്യമില്ല. ഇതിന് നമ്മൾ മിനിമം വയേഴ്സ് ചെയ്യാൻ പറ്റും. പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് കുറച്ച് വയേഴ്സ് കൂട്ടി യൂസ് ചെയ്ത് നമ്മൾ ചെയ്തത്. ഇത് ടെർമിനൽ 8 എന്ന് പറയുന്നത് നമ്മൾ കാണിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എനർജൈസ് ചെയ്യാനുള്ള കോയിലാണ്. ഇതിന് റിലേക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും ഇല്ല. പക്ഷെ റിലേ മൊഡ്യൂളിന് അതുണ്ട്. റിലേ മൊഡ്യൂൾ നിങ്ങൾക്ക് മേടിക്കണം എന്നില്ല. കാരണം റിലേ മൊഡ്യൂളിന് റിലേനെ അപേക്ഷിച്ച് നല്ല പൈസ കുറച്ചും കൂടി കൂടുതലാണ്. റിലേ തന്നെ മതിയാവും നമുക്ക്. ഇപ്പോൾ ഈ റിലേ നമ്മൾ ചെയ്തു, ഇവിടേക്ക് എനർജൈസ് ചെയ്തു നമ്മൾ റിലേ. ഇപ്പോൾ നമ്മൾ ആ എനർജൈസ് ചെയ്തിട്ടുള്ള കോയിലിന്റെ ഒരെണ്ണം നമ്മൾ ഗ്രൗണ്ടിലേക്ക് കൊടുത്തു. ഒരെണ്ണം നമ്മൾ കൊടുത്തതെന്ന് പറയുന്നത് മുകളിൽ കൂടെ വന്ന് നേരെ നമ്മുടെ എവിടെയാണ് മോട്ടോർ പിൻ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല, ഒരെണ്ണം കോഡിൽ മോട്ടോർ പിൻ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിലാണ് ആഷ് ഡിഫൈൻ മോട്ടോർ പിൻ 8. അപ്പോൾ നമ്മൾ മോട്ടോർ പിൻ എന്ന് പറയുമ്പോൾ 8 എന്നൊക്കെ മനസ്സിലായി. അപ്പോൾ മോട്ടോർ കറങ്ങാൻ നമ്മുടെ മോട്ടറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ ആ 8ലേക്ക് ആയിരിക്കും നമ്മൾ റിലേ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ എപ്പോൾ മോട്ടോർ കറങ്ങണോ അപ്പോൾ റിലേ ആക്റ്റീവായി. റിലേനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. റിലേനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. റിലേ എന്ന് പറയുന്ന ഒരു സ്വിച്ച് ആണ്. ആ സ്വിച്ച് നമ്മൾ ഇലക്ട്രിക്കലി കൺട്രോൾഡ് സ്വിച്ച് ആണ് റിലേ. അപ്പോൾ ആ റിലേനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. ആ റിലേനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചപ്പോൾ നമുക്ക് ഒരു സ്വിച്ച് ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റി. ഇനി നമുക്ക് വേണ്ടത് അവിടെ കണക്ഷൻസ് ആണ്. സ്വിച്ച് നമുക്ക് ഓൾറെഡി കിട്ടി, പക്ഷെ ഒരു കണക്ഷൻ ആണ് ഇനി അവിടെ വേണ്ടത്. ആ സ്വിച്ചിന്റെ കണക്ഷൻസ് ഇനി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ബാറ്ററിയുടെ കണക്ഷൻ ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര എളുപ്പമായി. കാരണം ബാറ്ററി നമ്മൾ ഏതെങ്കിലും 2 പോയിന്റ് എംടേക്ക് ഓപ്പൺ ചെയ്തിടാം. ഇപ്പോൾ മോട്ടോർ പിൻ ഇതിന്റെ ടെർമിനൽ 1ഉം ബാറ്ററിയുടെ നെഗറ്റീവും കൂടിയാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടേക്കുന്നത്. പോസിറ്റീവ് ആണ് മാക്സിമം സ്വിച്ച് കൊടുക്കാറ് നമ്മൾ. എന്നാലും എളുപ്പത്തിന് വേണ്ടി ഇപ്പോൾ നെഗറ്റീവിലാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ പോസിറ്റീവ് നമ്മുടെ മോട്ടറിലേക്ക് കൊടുത്തു, നെഗറ്റീവ് നമ്മുടെ റിലേക്ക് ഒരു ഓപ്പൺ ആക്കിയായിട്ടാണ് വിചാരിക്കാം. മോട്ടോറിന്റെ നെഗറ്റീവും ഇതിന്റെ നെഗറ്റീവും ഞാൻ ഓപ്പൺ ആക്കിയിട്ടു. കാരണം അവിടെ സ്വിച്ചിന്റെ ഫംഗ്ഷൻ ഉണ്ട്. ഇപ്പോൾ രണ്ടും കൂടെ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മോട്ടോർ ജസ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റ് കൊടുത്തു. പലർക്കും സംശയം ഉണ്ടാവും, ഡയറക്റ്റ് കൊടുത്ത് മോട്ടോർ ഡയറക്റ്റ് കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാനുള്ള ടാസ്ക്കാണ്. നമ്മൾ ഡയറക്റ്റ് കൊടുത്തു അപ്പോൾ തന്നെ സിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടോർ ജസ്റ്റ് കറങ്ങും, ഒരു കൺട്രോൾ ഇല്ലാണ്ട് കറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ RPM അവിടെ ഉണ്ടായിരിക്കും.
പക്ഷേ ഇത് ജസ്റ്റ് ഭയങ്കരമായിട്ട് വെറുതെ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല. അവിടെയാണ് നമ്മുടെ സ്വിച്ചിന്റെ യൂസ് വരുന്നത്. നമ്മൾ ഈ വയർ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇല്ല, ആ സ്വിച്ചിന്റെ ഒരു ഫംഗ്ഷൻ ഇല്ല. ഇപ്പോൾ നമ്മൾ ഈ പുഷ് ബട്ടണും അതേപോലെ തന്നെയാണ്, ഈ സ്ലൈഡ് സ്വിച്ചും അതൊക്കെ അതേ ബേസിസിലാണ് വർക്ക് ചെയ്യണത്. അതുപോലെ തന്നെയാണ് നമ്മൾ റിലേ നമ്മൾ യൂസ് ചെയ്ത് പഠിക്കണം. റിലേ യൂസ് ചെയ്ത് നമുക്ക് ഹൈ പവർ അപ്ലിക്കേഷൻസ് വരുമ്പോൾ റിലേ ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. പക്ഷെ ഇവിടെ റിലേ യൂസ് ചെയ്യാനുള്ള കാരണം എന്തുകൊണ്ട് L2 3D ഉപയോഗിച്ചില്ല? റിലേ യൂസ് ചെയ്യാനുള്ള കാരണം ഇത് സിംഗിൾ ഡയറക്ഷനിലേക്ക് മാത്രം കറങ്ങിയാൽ മതി ഈ മോട്ടർ. അപ്പൊ റിലേന്റെ ആവശ്യമുള്ളൂ ഇവിടെ. L2 3D നമ്മൾ യൂസ് ചെയ്യുന്ന പറയുന്നത് ഇപ്പോൾ ഒരു രണ്ട് ഡയറക്ഷനിലേക്ക് മോട്ടർ രണ്ട് ഡയറക്ഷനിലേക്ക് കറങ്ങണം. അങ്ങനെ നമുക്ക് കമ്പോണൻസ് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റണം. എവിടെ ഏത് കമ്പോണന്റ് യൂസ് ചെയ്യണം നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മൾ ഒരു പ്രൊജക്ട് ഡിസൈൻ ചെയ്യുമ്പോൾ. അതാണ് നമുക്ക് മെയിൻ ആയിട്ട്. അതുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. വേറൊന്നും ആവശ്യമില്ല നമുക്ക്. എവിടെ ഏത് ക്ലാസ് നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അറിവ് നമുക്ക് അപ്പോൾ ഒരു ജസ്റ്റ് അറിവ് കിട്ടി, പിന്നെ നമ്മൾ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി എളുപ്പമായിരിക്കും. ഇപ്പോൾ ഏത് കമ്പോണന്റ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന നമുക്ക് ഒരു മൈൻഡ് ഒരു ഐഡിയ ഉണ്ടാവണം എപ്പോഴും. അത് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. ആ ഡെവലപ്പ് ചെയ്യണ വരെ നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുള്ളൂ. അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഏത് പ്രൊജക്റ്റും ചെയ്യാം. ഇനി അടുത്തത് ഓക്കെ. ഇനി സ്വിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാണോ? ഞാൻ ജസ്റ്റ് ഒരു പുഷ് ബട്ടൺ വെച്ച് കാണിച്ചു തരാം. ഇതേ നിങ്ങൾ എവിടെ സ്വിച്ച് ഉപയോഗിക്കണം? വീട്ടിലൊക്കെ നമ്മൾ സ്വിച്ച് ഉപയോഗിക്കാറില്ലേ? വേണ്ട, സ്വിച്ച് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഇതായിട്ട് കുറച്ചും കൂടെ പരിചയമായില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? ഒരു സ്വിച്ച് നമ്മൾ യൂസ് ചെയ്യാം. അതിൻ്റെ ബാറ്ററി ഞാൻ സെൻട്രിക്ക് കൊടുത്തു. നമ്മുടെ മോട്ടോർ എന്ന് പറയുന്നത് മോട്ടോർ ഞാൻ കണക്ട് ചെയ്തു. ഇങ്ങനെ കണക്ട് ചെയ്ത് സിമുലേറ്റ് ചെയ്യണം. അതേ സമയം നമുക്ക് ഇത് മോട്ടോർ സാധാരണ പോലെ കറങ്ങുന്നതായിട്ട് കാണാം. ഈ സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടോർ കറങ്ങില്ല. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മോട്ടോർ കറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ മോട്ടോർ കറങ്ങണില്ല. ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഇലക്ട്രിക്കൽ സ്വിച്ച് പോലെ തന്നെയാണ്. ഇപ്പോൾ ഇത് ഓൺ ആക്കിയപ്പോൾ മോട്ടോർ കറങ്ങി, ഓഫ് ആക്കിയപ്പോൾ മോട്ടോർ നിന്നു. ഇനി ഈ സ്വിച്ച് നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിന് പകരം റിലേ കൊടുക്കുകയാണ് നമ്മൾ. ഇപ്പൊ നമ്മൾ ഈ സ്വിച്ച് ടോഗിൾ ചെയ്യുക അല്ലെങ്കിൽ ഓൺ ആക്കി ഓഫ് ആക്കാനുള്ള ആവശ്യമില്ലേ? അതേ ഫംഗ്ഷന് വേണ്ടിയാണ് നമ്മൾ റിലേ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക്കലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു മാത്രം. പിന്നെ റിലേക്ക് എങ്ങനെ കണക്ഷൻസ് കൊടുക്കുക? ഇനി നമുക്ക് റിലേയുടെ സർക്യൂട്ട് ഡയഗ്രത്തേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇനി ഞാൻ പറഞ്ഞിരുന്ന എനർജൈസിങ് കോയിൽസ് ആണ് റിലേനെ ആക്റ്റീവ് ആക്കാനും എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. റിലേക്ക് രണ്ട് അപ്ലിക്കേഷൻസ് ഉണ്ട്. രണ്ട് ടൈപ്പ് നമ്മുടെ രണ്ട് സ്വിച്ചുകൾ ഉണ്ടെന്ന് പറയാം. രണ്ട് സ്വിച്ചുകൾ എന്നല്ല, നോർമലി ഓപ്പൺ, നോർമലി ക്ലോസ്ഡ്, അങ്ങനത്തെ രണ്ട് സ്റ്റേറ്റുകൾ റിലേക്ക് ഉണ്ട്. ഇപ്പോ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ലൈറ്റ് ഒന്നും എപ്പോഴും ഓൺ ചെയ്ത ഒരു സാധനമല്ല. നമുക്ക് ഇനിയാണ് നമ്മുടെ ഡിസൈൻ പാർട്ട് വരുന്നത് ഇവിടെയാണ്. നമ്മൾ ലൈറ്റ്സ് എന്ന് പറയുന്നതൊന്നും ഡിസൈൻ എപ്പോഴും ഇത് ഓൺ ചെയ്യാനിരുന്ന സാധനമല്ല. നമ്മൾ ആവശ്യത്തിന് ഓൺ ചെയ്യുക എപ്പോഴും, പിന്നെ മെജോറിറ്റി ഓഫ് ദ ടൈം അത് ഓഫ് ആയിട്ടായിരിക്കും കിടക്കുക. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് നോർമലി ക്ലോസ്ഡ് സ്റ്റേറ്റ് ആണ്. നമ്മൾ എനർജൈസ് ചെയ്യുമ്പോൾ മാത്രം ആ സ്വിച്ച് നോർമലി ഓപ്പൺ സ്റ്റേറ്റ് ആണ്. ഇതായിരിക്കും നോർമലി ഓപ്പൺ സ്റ്റേറ്റ്. കണ്ടോ, ഈ സർക്യൂട്ട് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. എനർജൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ആയിരിക്കും നോർമലി ഓപ്പൺ സ്റ്റേറ്റ് എന്നുള്ളത്. അപ്പോൾ നോർമലി ഓപ്പൺ സ്റ്റേറ്റ് ആണ്. എപ്പോഴും ഓഫായി കിടക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് എപ്പോഴും ഓഫായി കിടക്കേണ്ട ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നോർമലി ഓപ്പൺ സ്റ്റേറ്റ് ചൂസ് ചെയ്തു. ഇപ്പൊ റിലേ എനർജൈസ് ചെയ്താൽ മാത്രം അത് ഓൺ ആവും, അല്ലെങ്കിൽ ഓഫ് ആവും. അല്ലാത്ത വേറെ പല കേസുകളും ഉണ്ട്. ഇപ്പോ എപ്പോഴും ഓൺ ആയി കിടക്കുന്ന ഒരു സാധനമാണ്, ഓഫ് ആക്കാൻ വേണ്ടി മാത്രം റിലേ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ അക്വറേറ്റിന്റെ ഓക്സിജൻ മോട്ടറൊക്കെ എപ്പോഴും ഓൺ ആയി കിടക്കുന്ന ഒരു സാധനമാണ്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വേണ്ടി ഒരു ഓൺ ആയി കിടക്കുന്ന പെട്ടെന്ന് ആലോചിച്ച് ഒരു എക്സാമ്പിൾ കിട്ടി, അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്തും അവിടെ യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ആദ്യം നമ്മൾ അക്വറേറ്റിന്റെ മോട്ടർ നമ്മൾ ചെയ്തപ്പോൾ എപ്പോഴും ഓൺ ആയി കിടക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ ഓഫ് ചെയ്യാറൊന്നുമില്ല.
ഇപ്പോൾ ഒരു ആവശ്യം വന്ന് നമുക്ക് ഓഫ് ചെയ്യാം, ഇലക്ട്രിക്കലി അത് ഓഫ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു. അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ നമ്മൾ റിലേ ആയിട്ട്, ചിലപ്പോൾ അത് അങ്ങനെ ആവശ്യം വരില്ല, ഞാൻ വീണ്ടും പറയണം അങ്ങനെ ആവശ്യം വരില്ല, പക്ഷെ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തോളൂ. ഇനി അങ്ങനത്തെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേ, അപ്പം നമ്മൾ ചൂസ് ചെയ്യേണ്ട സ്റ്റേറ്റ് എന്ന് പറയുന്നത് നോർമലി ക്ലോസ്ഡ് സ്റ്റേറ്റ് ആയിരിക്കണം. സ്വിച്ച് എപ്പോഴും ക്ലോസ് ആയി തന്നെ ഇരിക്കുക. റിലേ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്വിച്ച് ഓപ്പൺ ആവും. അതാണ് നോർമലി ഓപ്പണും ക്ലോസും തമ്മിലുള്ള വ്യത്യാസം. ഇനി അതെന്തിനാണ് അങ്ങനെ ചൂസ് ചെയ്യുന്നത്? എന്താ കാര്യം? നമുക്ക് രണ്ടിലും അത് വർക്ക് ചെയ്യിക്കാമല്ലോ, കറണ്ട് കൊടുത്താൽ പോരെ. അവിടെയാണ് പോയിന്റ്. കറണ്ട് കൊടുക്കണ്ടേ? നമ്മൾ ബോർഡ് ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ കറണ്ട് മാക്സിമം കുറച്ചിട്ട് വേണം കറണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി. എത്രയും കറണ്ട് നമുക്ക് കുറച്ച് ചെയ്യണോ, എത്രയും പവർ കൺസപ്ഷൻ കുറയ്ക്കണോ, അത്രയും നല്ലതാ. ചിലപ്പോൾ റിമോട്ട് ലൊക്കേഷനിലൊക്കെ ആണെങ്കിൽ നമുക്ക് ബാറ്ററിയുടെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ ഇരിക്കേണ്ട ഒരു അവസ്ഥകൾ വരാറുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് കറണ്ടിന്റെ പ്രോബ്ലം. ബാറ്ററി പെട്ടെന്ന് ട്രെയിൻ ഔട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റിന് ഒരു റിലവൻ്റ് അല്ല അത്. ഇപ്പോൾ നമുക്ക് റിലേ ചെയ്യാൻ അതിന്റെ ഇതാക്കാൻ പറ്റില്ല, റിലയബിലിറ്റി ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റേറ്റുകൾ അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യം വരിക. എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കുക, ബോർഡിനും ലോഡ് കുറവാണ്, ബോർഡ് ഹീറ്റപ്പും കുറവും. എത്രയും പവർ കുറച്ച് യൂസ് ചെയ്യണം അത്രയും കാലം ബോർഡ് ലാസ്റ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു കേസാണ് നമുക്ക് ഇപ്പോൾ പഠിക്കാനുള്ളത്. നമ്മൾ പഠിക്കേണ്ടത് ഡിസൈനിങ് പാർട്ടിലത് പഠിച്ചിരിക്കണം എല്ലാവരും. ഒരു പ്രൊജക്ട് ഡിസൈൻ ചെയ്യുമ്പോൾ അത് നമ്മൾ പഠിച്ചിരിക്കണം. ഇനി നമുക്ക് കണക്ഷൻസ് ചെയ്യാം. കണക്ഷൻസ് ചെയ്യുമ്പോൾ പറയുന്നത് റിലേ എന്താണ് പറയാനുള്ള കാരണം, ഇത്രയും കൂടുതൽ റിലേ എടുത്ത് പറയാനുള്ള കാരണം, ഈ സെൻസേഴ്സ് എല്ലാത്തിനും ആക്ടിവേറ്റഡ് ആയിട്ട് റിലേ ഉപയോഗിക്കാൻ പറ്റും. റിലേ L293 മോട്ടറാണ്. ഇപ്പൊ മോട്ടറിന് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് റിലേ തന്നെയാണ്. മോട്ടറിനും ഇപ്പോൾ ഹെവി ലൈറ്റ്സിനായാലും നിങ്ങളുടെ AC സോഴ്സിനായാലും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നത് റിലേ തന്നെയാണ്. അതുകൊണ്ടാണ് റിലേ ഇത്രയും പറയാൻ വേണ്ടിയുള്ള കാരണം. പിന്നെ ഇപ്പൊ നമ്മൾ ഈ മോട്ടറിന് എന്ത് സ്റ്റേറ്റ് ആണ് ഉള്ളത്? നോർമലി ഓപ്പൺ ആണോ വേണ്ടത്, നോർമലി ക്ലോസ്ഡ് ആണോ വേണ്ടത്? ഹാൻഡ് സാനിറ്റൈസർ ആണ് നമ്മൾ ഇതെന്ന് പറയുന്നത്. നോർമലി ഇപ്പോ കൈ വെക്കുമ്പോൾ മാത്രമേ അത് ഓൺ ആവുള്ളൂ. അപ്പൊ ഏത് സ്റ്റേറ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? ഓക്കെ, സുരേഷ് പറഞ്ഞിട്ടുണ്ട് നോർമലി നോർമലി ഓപ്പൺ സ്റ്റേറ്റ്. നോർമലി ഓപ്പൺ സ്റ്റേറ്റ് സുരേഷ് പറഞ്ഞത് കറക്റ്റ് ആണ്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സുരേഷിന് മനസ്സിലായി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നോർമലി ഓപ്പൺ ആയിട്ടാണ് എപ്പോഴും ഇരിക്കേണ്ടത്. ഇപ്പൊ ആവശ്യം വരുമ്പോൾ മാത്രം നമ്മൾ ട്രിഗർ ചെയ്താൽ മതി. അതുകൊണ്ട് മാത്രം നമ്മൾ നോർമലി ഓപ്പൺ ചൂസ് ചെയ്യുക. ഇതിൽ നോർമലി ഓപ്പൺ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? ഇതാണ് നമ്മൾ നോർമലി ഓപ്പൺ. കാരണം ഇത് ഓപ്പൺ ആയിട്ട് ഇരിക്കണേ, ഈ സ്വിച്ച് എപ്പോഴും ഇത് ഓപ്പൺ ആയിട്ട് ഇരിക്കണേ, ഇവിടേക്കാണ് ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ഈ ഭാഗം ഓപ്പൺ എന്ന് മനസ്സിലായി. ഈ ഓപ്പൺ എന്ന് മനസ്സിലായപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ടെർമിനൽ 6 നമുക്ക് ഈ കറസ്പോണ്ടിങ് ആയിട്ട് എണ്ണി നോക്കാം. ഇപ്പൊ 1 2 3 തേർഡ് പിന്നിലാണ് നമ്മൾ നോർമലി ഓപ്പൺ സ്വിച്ച് ഇരിക്കണം. 1 2 3 ഇപ്പോൾ തേർഡ് പിൻ നമുക്ക് കിട്ടി. തേർഡ് പിന്നിൽ നമുക്ക് മോട്ടറിൽ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുന്ന മുമ്പ് മോട്ടർ നമ്മൾ കുറച്ച് സൂം ഔട്ട് ചെയ്യട്ടെ, മോട്ടർ കാണണ്ടേ. ഇത് തേർഡ് പിന്നിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്വിച്ച് എങ്ങനെയാണോ നമ്മൾ കണക്ട് ചെയ്യുക, സ്വിച്ചിന്റെ വർക്കിംഗ് എങ്ങനെയാണോ അതേപോലെ തന്നെ നമ്മുടെ റിലേ ഉപയോഗിക്കാം. റിലേയോടുള്ള ഒരു ഇത് മാറിക്കിട്ടണം, റിലേ ഉപയോഗിക്കാനുള്ള ഒരു ഫിയർ മാറിക്കിട്ടണം. ഇങ്ങനെയാണ് ഫസ്റ്റ് ടെർമിനൽ ഇങ്ങനെയാണ്. ഇനി ഇവിടെ നോർമലി നമ്മുടെ സ്വിച്ചിന്റെ സെന്റർ പോർഷൻ ഞാൻ നേരത്തെ കൊടുത്തില്ലേ, സ്ലൈഡ് സ്വിച്ചിന്റെ സെന്റർ പോർഷൻ ഇവിടെ ഞാൻ നേരത്തെ കൊടുത്തില്ലേ, അതേ പോയിന്റ് തന്നെ ഞാൻ ഇവിടെ ബാറ്ററിക്ക് കൊടുക്കുക. അങ്ങനെ ചെയ്തു. ഇതിന്റെ രണ്ടും സെയിം കോണ്ടാക്റ്റ് ആണ്, ഇവിടെയും അവിടെയും സെയിം കോണ്ടാക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെയും കൊടുക്കാം അവിടെയും കൊടുക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഇവിടെ കൊടുക്കും, രണ്ട് മോളിൽ നിന്ന് എടുക്കാൻ വേണ്ടി. പാസ് ചെയ്തു. ഒരു മിനിറ്റ്, നമ്മുടെ ബാറ്ററി ഒന്ന് കാണട്ടെ. ഞാൻ രണ്ട് മോളിൽ നിന്ന് എടുക്കാൻ വേണ്ടി മോളിൽ നിന്ന് എടുത്തു. കണക്ഷൻസ് എപ്പോഴും നീറ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. നീറ്റായിട്ടും മിനിമലിസ്റ്റിക് ഡിസൈൻ ആയിരിക്കണം, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആർക്ക് നോക്കിയാലും മനസ്സിലാവണം, പെട്ടെന്ന് മനസ്സിലാവണം. കണക്ഷൻസ് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യണം. നെഗറ്റീവിക്ക് ഞാൻ കണക്ട് ചെയ്തു.
ഇപ്പൊ നമ്മുടെ സ്വിച്ചിന്റെ ഇത് കംപ്ലീറ്റ് ആയി. നോർമലി ഓപ്പൺ സ്റ്റേറ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്തത്. എനർജൈസ് ചെയ്യുമ്പോൾ റിലേ എനർജൈസ് ചെയ്യുമ്പോൾ മാത്രം ഈ സ്റ്റേറ്റ് വർക്ക് ചെയ്യും. സിമുലേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ കണ്ടോ, ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നമ്മുടെ നോർമലി ഓപ്പൺ ആയതുകൊണ്ട് തന്നെ എപ്പോൾ റിലേ എനർജൈസ് ചെയ്തു നമ്മൾ ഇവിടെ ട്രിഗർ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ അഡ്രിനോ ട്രിഗർ ചെയ്തിട്ടുണ്ട്, നമ്മുടെ സെൻസർ ട്രിഗർ ചെയ്തപ്പോൾ അഡ്രിനോ അവിടെ ട്രിഗർ ചെയ്തു. എപ്പോൾ 20-70 സെന്റിമീറ്ററിന് താഴെ വരുന്നു അപ്പോൾ റിലേ ആക്റ്റീവ് ആവും. റിലേ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ മോട്ടർ ആക്റ്റീവ് ആവും. നമുക്ക് അടുത്ത കേസ് ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മൾ നോർമലി ഓപ്പൺ ആയിട്ട് ചെയ്തില്ലേ, ഇനി നമുക്ക് നോർമലി ക്ലോസ്ഡ് ഒന്ന് ചെയ്ത് നോക്കാം. ഇത് നോർമലി ക്ലോസ് സ്റ്റേറ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇത് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ് സർക്യൂട്ട് നിങ്ങൾക്ക് കാണില്ലെങ്കിൽ സൂം ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. സൂം ചെയ്തിട്ടുണ്ടെങ്കിൽ സൂം ഔട്ട് ചെയ്യാൻ മറക്കരുത്, അല്ലെങ്കിൽ ബാക്കിയുള്ളതൊന്നും കാണില്ല. ഇനി ഇപ്പോൾ ഇതിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പിൻ എന്ന് പറയുന്നത് അടിയിലത്തെ തേർഡ് പിന്നാണ് നോർമലി ക്ലോസ്ഡ് സ്റ്റേറ്റ് വരിക. അപ്പോൾ നോർമലി ക്ലോസ്ഡ് സ്റ്റേറ്റ് വരുമ്പോൾ ഇങ്ങനെ നമ്മളെ നോർമലി ക്ലോസ്ഡ് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തു. നോർമലി ക്ലോസ്ഡ് സ്റ്റേറ്റ് ആണ് കണക്ട് ചെയ്തത്. ഇപ്പൊ എങ്ങനെയായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതിന് മുമ്പ് തന്നെ നമുക്ക് അറിയാൻ പറ്റും മോട്ടർ എപ്പോഴും ഓൺ ആയിരിക്കും. എപ്പോൾ നമ്മുടെ റിലേ ട്രിഗർ ചെയ്യണോ അപ്പോൾ മാത്രം മോട്ടർ സ്റ്റോപ്പ് ആവും. അതാണ് നേരത്തെ തന്നെ അക്വറിയത്തിന്റെ മോട്ടറൊക്കെ പറഞ്ഞില്ല, എപ്പോഴും വർക്ക് ചെയ്യേണ്ട സാധനമാണ്. എന്തെങ്കിലും പ്രശ്നം വന്നപ്പോൾ അത് ക്ലോസ് ആയി. ഇത് എപ്പോഴും വർക്ക് ചെയ്തിരിക്കുക. ഞാൻ 20 സെന്റിമീറ്റർ താഴ്ത്തുന്ന വരെ അത് ട്രിഗർ ചെയ്യില്ല, എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം. ഞാനിപ്പോ 20 സെന്റിമീറ്റർ താഴെ കൊണ്ടുവന്നു, അപ്പൊ സ്റ്റോപ്പായി. അത് ശ്രദ്ധിച്ചോ, ആ മോട്ടർ മാത്രം സൂം ചെയ്ത് നോക്കാം. ഞാനിവിടെ ട്രിഗർ ചെയ്തോളൂ. ഇപ്പോൾ ഇതിൽ 80 സെന്റിമീറ്ററിലൊക്കെ എടുക്കുമ്പോൾ അത് മോട്ടർ എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കും. 20 സെന്റിമീറ്റർ താഴെ വരാണെങ്കിൽ അതപ്പോൾ ക്ലോസ് ആവും. അതാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. റിലേ എല്ലാ സെൻസറും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ റിലേ യൂസ് ചെയ്യുന്നതായിട്ട് ആവശ്യം വരും. അപ്പോൾ റിലേ ഇത്രയും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് നല്ലതല്ല. ഓക്കെ, ഇത് ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഓഫ് കോഴ്സ് നമുക്ക് ശരൺ ജോർജ് ചോദിച്ചിട്ടുണ്ട്, അഡ്രിനോ ഈ ബാറ്ററിയിൽ നിന്ന് പവർ ചെയ്യാൻ പറ്റുമെന്ന്. ഓഫ് കോഴ്സ് നമുക്ക് പവർ ചെയ്യാൻ പറ്റും. 9 വോൾട്ടൊക്കെ നമ്മൾ അഡ്രിനോ താങ്ങും. 12 വോൾട്ട് വരെ നമുക്ക് ചെയ്യാം. 9 വോൾട്ടൊക്കെ കുഴപ്പമൊന്നുമില്ല. 5 വോൾട്ട്സ് നമ്മൾ ഇൻപുട്ട് 5 വോൾട്ട്സ് കൊടുക്കാറ്. അതിന്റെ വോൾട്ടേജ് റെഗുലേറ്റർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ 9 വോൾട്ട്സ് കൊടുത്താലും വലിയ പ്രശ്നമൊന്നുമില്ല. ക്ലിയർ അല്ലേ? ഇനി എല്ലാ സെൻസേഴ്സിന്റെ ഒപ്പം യൂസ് ചെയ്യാൻ പറ്റണ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. ഇനി അടുത്ത കമ്പോണന്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കണ്ട എല്ലാ സെൻസേഴ്സിന്റെ ഒപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ അനലോഗ് സെൻസേഴ്സിനെ എടുത്ത് പറയണം. എല്ലാ അനലോഗ് സെൻസേഴ്സിന്റെ ഒപ്പം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്, ഒരു കോമ്പോണന്റ് ആണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. 16-ബിറ്റ് ADC. ഇതാണ് നമ്മൾ 16-ബിറ്റ് ADC എന്ന് പറയുന്നത്. എന്തിനാണ് ADC യൂസ് ചെയ്യേണ്ട കാരണം? നമ്മൾ ADC നമ്മുടെ ആർഡിനോയിൽ ഓൾറെഡി ADC ഉണ്ട്. എത്ര ബിറ്റ് ADC ആണ് ആർഡിനോയിൽ ഉള്ളത്? 10 ബിറ്റ്. സുരേഷ് കറക്റ്റ്. 10 ബിറ്റ് ADC ആണ് ആർഡിനോയിൽ ഉള്ളത്. ആർഡിനോയിൽ ഉള്ള ADC 10 ബിറ്റ് ആയതുകൊണ്ട് തന്നെ അതിന് അത്രയും കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. പലതിനും അത് മതിയാവും. നമുക്ക് ADC 10 ബിറ്റ് ADC എന്ന് പറയുമ്പോൾ 2:10. 2:10 is 1024. 1024 എന്ന് പറയുമ്പോൾ അത്രയും ആക്യുറസിയാണ് അതിൽ കിട്ടുക. 5/1024 യൂണിറ്റ്സ് ആയിരിക്കും അതിലുണ്ടാവുക. ഇപ്പോൾ 0 to 5 വോൾട്ട്സ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ സെൻസറിന്റെ ഇൻപുട്ടായിട്ട് സെൻസർ അഡ്രിനോൺ ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണെങ്കിൽ 0 to 5 വോൾട്ട്സ് വരെ ആയിരിക്കും അതിലുണ്ടാവുക. പക്ഷേ നമുക്ക് ആക്യുറസി എന്ന് പറയുന്നത് 0.0048 ആയിരിക്കും. അതിന്റെ ആക്യുറസി എന്ന് പറയുന്നത്, ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്.
പക്ഷെ 16-bit ADCM യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്യുറസി എന്ന് പറയുന്നത് ഇത്രയും നമുക്ക് 4 zeros വരെ നമുക്ക് ഒരു 1,000 വരെ നമുക്ക് ആക്യുറസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ആക്യുറസി അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള പ്രൊജക്ട്സുകൾ ഉണ്ടാവും. നമ്മൾ എഞ്ചിനീയേഴ്സ് ആണ്, ആക്യുറസി ഇമ്പോർട്ടൻ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, ആക്യുറസിക്ക് വില വെക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ആക്യുറസിയിൽ നമുക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനാണെങ്കിലും വേറെ എന്തെങ്കിലും മെഷർമെന്റ് ആണെങ്കിലും ഇപ്പൊ ടെമ്പറേച്ചർ, ഡിസ്റ്റൻസ്, അതിനൊക്കെ ആക്യുറസി ആവശ്യമുള്ള ജോബുകൾ പലതും ഉണ്ട്. ആ ആക്യുറസി ആവശ്യമുള്ള ജോബുകൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കണം ഒരു ഇതാണ്. ഇപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. പലരും കെമിസ്ട്രി ലാബിലൊക്കെ ഇതെടുത്തിട്ടുണ്ടാവും. നമ്മൾ ഹീറ്റ് റിലീസ് ചെയ്യണ റിയാക്ഷൻസ് പലതും നമ്മൾ കണ്ടിട്ടുണ്ടാവും. പലപ്പോഴും നമ്മുടെ ഹീറ്റ് റിലീസ് ചെയ്യുന്നത് ചിലപ്പോൾ രണ്ട് കോമ്പോണന്റ് ഐഡന്റിഫൈ ചെയ്യാൻ ചിലപ്പോൾ അത് റിലീസ് ചെയ്യുന്ന ഹീറ്റ് നമ്മൾ മെഷർ ചെയ്യാറുണ്ട്. അങ്ങനെ മെഷർ ചെയ്യുന്ന കോമ്പോണന്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ADC വെച്ചിട്ടായിരിക്കും ടെമ്പറേച്ചർ സെൻസർ വയ്ക്കുക. കാരണം ചിലപ്പോൾ ഒരു 1°C വരെ നമുക്ക് വേരി ചെയ്യും. ചിലപ്പോൾ ഒരു കോമ്പോണന്റ് വേറെ കോമ്പോണന്റ് ആയിട്ട് മാറാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യുക, ഇതിന്റെ ADC കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ADC നമുക്ക് ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് ഒരു കോമ്പോണന്റ് തന്നെ മാറിപ്പോവാ. അപ്പൊ അതിനുവേണ്ടി അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ 16-bit ADC യൂസ് ചെയ്യുമ്പോൾ അത്രയും ആക്യുറസിയിൽ നമുക്ക് കിട്ടും. എല്ലാ സെൻസേഴ്സും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു സെൻസറാണ് അനലോഗ് സെൻസേഴ്സിൽ. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന ഫ്ലക്സ് സെൻസർ, ചെറുതായിട്ട് നമ്മൊരു അയൺ, ഇപ്പൊ ഒരു സ്റ്റീൽ റോഡ് എന്ന് വിചാരിക്കാം, അതിന് ലോഡ് വന്നപ്പോൾ ചെറുതായിട്ടൊരു ഫ്ലക്സ് വന്ന് അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ADC യൂസ് ചെയ്യും. അങ്ങനത്തെ അപ്ലിക്കേഷൻസിലൊക്കെയാണ് ADCയുടെ അത്യാവശ്യം. പ്രിസിഷൻ വർക്ക്സ് അതിനു വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന സാധനം പെട്ടെന്ന് ലോഡ് വന്നപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ പോകുന്നുള്ള അലേർട്ട് കൊടുക്കാനുള്ള ഒരു സിസ്റ്റം, അങ്ങനത്തെ സിസ്റ്റത്തിലൊക്കെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ആക്യുറസി ഉള്ള ജോബ് ആയതുകൊണ്ട് തന്നെ ADC ഉണ്ട്. 16-bit ADCM യൂസ് ചെയ്യും. അഡ്രിനോ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ 16-bit ADCM യൂസ് ചെയ്യും. ഞാൻ ADCന്റെ വർക്കിംഗ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ റെസിസ്റ്റൻസ് വാല്യൂ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പൊട്ടൻഷ്യോമീറ്റർ പോർട്ടാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. യൂസ് ചെയ്യുമ്പോൾ അത്രയും ആക്യുറസിയിലായിരിക്കും നമ്മൾ ഇത് ഇതാവുന്നുണ്ടെങ്കിൽ. ബാക്കി നമുക്ക് കാണാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വാരി ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ലാസ്റ്റ് ഡീറ്റെയിലാണ് വാരി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും അത്രയും പ്രിസിഷൻ, അത്രയും ആക്യുറസി. ഓക്കെ, പിൻ ഡീറ്റെയിൽസ് പറയാം. സുരേഷ്, ഞാൻ പിൻ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു, ഞാൻ ഗ്രൂപ്പിലിടാം. കാരണം വെച്ചാൽ പിൻ ഡീറ്റെയിൽസ് കുറച്ചും കൂടി ഉണ്ട്, കുറച്ചുണ്ട്. അപ്പോൾ ചില പിൻസുകളൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടിയുള്ള ടൈം ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ഇടാം. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കമൻസ് നിങ്ങൾക്ക് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? അല്ലെങ്കിൽ മനസ്സിൽ ഉണ്ടോ? എന്തെങ്കിലും സാധനം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും സെൻസർ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇത് എനിക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുമോ, ഈ സെൻസർ എനിക്ക് വീട്ടിൽ ഈ ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടി ഈ സെൻസർ യൂസ് ചെയ്യാൻ പറ്റും? അൾട്രാസോണിക് പല റേഞ്ചസിൽ നമുക്ക് അവൈലബിൾ ആണ്. സാധാരണ റേഞ്ചസിൽ അവൈലബിൾ ആണ്, പല റേഞ്ചസിൽ നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ തന്നെ ഉണ്ട്. അതുകൊണ്ട് അൾട്രാസൗണ്ട് റേഞ്ചസ് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. സാധാരണ 4 മീറ്റർ ഒക്കെ അവൈലബിൾ ആണ്, 2 മീറ്റേഴ്സിന്റെ അവൈലബിൾ ആണ്. അങ്ങനെ ആക്യുറസി ഇപ്പോൾ റേഞ്ച് കൂടുന്നതനുസരിച്ച് ആക്യുറസി ചിലപ്പോൾ കുറഞ്ഞെന്ന് വരും, റേഞ്ച് കുറയുന്നതനുസരിച്ച് ആക്യുറസി കൂടിയെന്ന് വരും. നമ്മ ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ഇനി ഗ്യാസ് സെൻസറിന്റെ നമുക്ക് ഒന്ന് നോക്കിയാലോ. സെൻസർ ഇതാണ് നമ്മളെ ഗ്യാസ് സെൻസർ എന്ന് പറയുന്നത്. ഗ്യാസ് ട്രിഗർ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ ഗ്യാസ് സെൻസർ
GSM മൊഡ്യൂൾ വർക്കിംഗ്. സിജി ബാബു, GSM മൊഡ്യൂൾ വർക്കിംഗ്. ഓക്കെ, പറഞ്ഞുതരാം. ഇതെന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഗ്യാസ്, ഞാൻ നേരത്തെ പറയുന്നത് കണ്ടക്ടിവിറ്റി ആണ് ഇതിൽ ചെക്ക് ചെയ്യുക. ഗ്യാസ് സെൻസർ കണ്ടക്ടിവിറ്റി ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ ഗ്യാസിനും പല കണ്ടക്ടിവിറ്റി ആയിരിക്കും. ഇപ്പൊ ഒരു സ്മെൽ സെൻസിങ് റോബോട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഷാഫിയ, ഒരു സ്മെൽ സെൻസിങ് റോബോട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരു സ്മെൽ സെൻസർ ഉണ്ടാക്കാനും അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻസറാണ് ഗ്യാസ് സെൻസർ എന്ന് പറയുന്നത്. ഗ്യാസ് സെൻസറിന് അത്രേ വർക്കിംഗ്, അത് നമ്മുടെ ഡെയിലി ലൈഫ് ഉപയോഗിക്കുന്നതായതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നല്ല സെൻസേഴ്സ് നല്ലത് അവൈലബിൾ ആണ്. നമുക്ക് ഡെവലപ്മെന്റ് പർപ്പസിനുള്ള സെൻസേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇനി സിജി ബാബു ചോദിച്ച GSM മൊഡ്യൂൾ, വൈഫൈ മൊഡ്യൂൾ, എംസം. ഓക്കെ, വൈഫൈ മൊഡ്യൂൾ എങ്ങനെ യൂസ് ചെയ്യുക, GSM മൊഡ്യൂൾ എങ്ങനെ യൂസ് ചെയ്യുക, ഇതെല്ലാം ഒരു നമ്മൾ സെൻസ് ചെയ്ത ഒരു സാധനം ഇത് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആക്ടിവേറ്റേഴ്സിന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാസ്ക് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതാണ്. നേരത്തെ ഈ പറഞ്ഞ സെൻസേഴ്സ് എല്ലാം. അതുകൊണ്ട് തന്നെ GSM-ഉം വൈഫൈയും ഞാനത് ഇപ്പോൾ ടൈം ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാനത് ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞോളാം, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ പറയും. ഇതിന്റെ ബേസിൽ നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ബേസിസിൽ നമുക്ക് ഒരു വർക്ക്ഷോപ്പ് തന്നെ വേണമെങ്കിൽ കണ്ടക്ട് ചെയ്യാം. നിങ്ങൾക്ക് ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അങ്ങനത്തെ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗ്രൂപ്പ് യൂസ് ചെയ്യാം. മാക്സിമം ഇതായിട്ട് തന്നെ യൂസ് ചെയ്ത് പോവുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊജക്ട് എന്തെങ്കിലും ചെയ്തു അതിനെന്തെങ്കിലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പ് യൂസ് ചെയ്യാൻ പറ്റും. കമ്പോണന്റ് പർച്ചേസിനുള്ള ഒരു ഇത്, കൈൻഡ്ലി സജസ്റ്റ് ഓൺലൈൻ സൈറ്റ് ഫോർ കമ്പോണന്റ് പർച്ചേസ്. ഓക്കെ, നമ്മുടെ കമ്പോണന്റ് പർച്ചേസ് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളത് ആമസോൺ തന്നെയാണ്. പക്ഷേ ചില സെൻസേഴ്സിന് ആമസോണിലൊക്കെ വില കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അലി എക്സ്പ്രസ് ഉണ്ട്, പക്ഷേ അതിൽ വിലയൊക്കെ കുറവാണ്. പക്ഷേ അതിൽ കുറേ ഡെലിവറി ടൈം, കുറച്ച് സ്പീഡിൽ സാധനങ്ങളൊന്നും കിട്ടില്ല. പിന്നെ നമ്മൾ വർക്ക് ചാർജസ് ഒക്കെ കുറച്ചും കൂടെ എക്സ്ട്രാ ആയിട്ട് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ റോബോക്കിറ്റ്സ് ഇന്ത്യ, അത് നല്ല സൈറ്റാണ്. അതിൽ സാധനങ്ങൾ കുറച്ച് പെട്ടെന്ന് കിട്ടും. എന്നാലും ചില കമ്പോണൻസിന് വില നന്നായി ഇതാക്കുന്നുണ്ട്, ചാർജ് ചെയ്യുന്നുണ്ട് അവർ. നമ്മൾ ചൈനയുടെ വെബ്സൈറ്റ് ഒക്കെ നോക്കും, ചൈനയൊക്കെ ബാൻ ചെയ്യണം, അത് സമ്മതിച്ചു. പക്ഷെ ചൈനയുടെ വെബ്സൈറ്റ് ഒക്കെ നോക്കുമ്പോൾ അതിനേക്കാളൊക്കെ ചിലപ്പോൾ ട്രിപ്പിൾ വരെ ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു പ്രഷർ സെൻസർ ഞാൻ നോക്കിയപ്പോൾ അതിന് ട്രിപ്പിൾ ചാർജ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ചൈനയുടെ ഇതിൽ നോക്കിയപ്പോൾ നമ്മൾ 10 ഇതിന് ചിലപ്പോൾ 1000 റുപ്പീസ് ഒക്കെ വരുന്നുള്ളൂ, 1220 സംതിങ് വരുന്നുള്ളൂ. എൻ്റെ ഒരു അനുഭവമാണത്, അത്രേ വരുന്നുള്ളൂ. പക്ഷേ ഇതിൽ ഞാൻ റോബോക്കിറ്റ്സിൽ നോക്കിയപ്പോൾ ഒരു സെൻസറിന് പാക്ക് ഓഫ് 10-നാണ് 1220 സംതിങ് അവർ പറഞ്ഞത് ചൈനയുടെ വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ. പക്ഷെ അവരും ചൈനയിൽ നിന്ന് തന്നെയാണ് ഓർഡർ ചെയ്യണത്. പക്ഷെ റോബോക്കിറ്റ്സിൽ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഞാൻ കണ്ടു. ഒരു 400 സംതിങ് ആണ് അവർ ഇട്ടായിരുന്നത്. അപ്പോൾ എനിക്കത് അത്ര ഇതായി തോന്നില്ല. പക്ഷെ നമ്മുടെ ആവശ്യം നടക്കണമെങ്കിൽ ഇങ്ങനത്തെ സൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തായിട്ട് വരും. എപ്പോഴും സെർച്ച് ചെയ്യുക, ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഇല്ല ഒരു സൈറ്റ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യരുത്. പല സൈറ്റുകളും നമുക്ക് ഡിപ്പെൻഡ് ചെയ്ത് കാര്യങ്ങൾ നടത്താൻ നമ്മൾ പഠിക്കണം. പല സെൻസേഴ്സിനും പല ഇതായിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സെൻസേഴ്സ് വേറെ ഉണ്ടാവും. അതൊക്കെ തന്നെ. എനിക്ക് മനസ്സിലായില്ല സുരേഷ്, എനിക്ക് മനസ്സിലായില്ല. എന്ത് ഗുഡ് ആണെന്നാണ്? സൈറ്റ്സ് ആണോ അല്ലെങ്കിൽ കമ്പോണൻസ് ആണോ, എന്താണോ? ഒന്ന് ക്ലിയർ ആക്കോ. ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷനെ നമ്മൾ എൻഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. കമ്പോണൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ ടച്ച് ചെയ്യുന്ന കാണും, അല്ലാണ്ട് വേറെ നമുക്ക് കണ്ടാളിങ്ങനെ മനസ്സിലാക്കാനൊന്നും പറ്റില്ല. ഞാൻ കേരളയിൽ തന്നെ ഒരു പവർ ബാങ്കിന്റെ ഒരു മൊഡ്യൂൾ ഞാൻ വാങ്ങിച്ചിരുന്നു. കാരണം എൻ്റെ പ്രൊജക്ട്സിൽ പവർ ബാങ്ക് എനിക്ക് 5 വോൾട്ട്സിന്റെ ഒരു ആവശ്യം ഉണ്ടായപ്പോൾ തന്നെ ഞാൻ പവർ ബാങ്കിന്റെ മൊഡ്യൂൾ വാങ്ങിച്ചിരുന്നു. പക്ഷെ അവിടുന്ന് എല്ലാം ഒരുപോലെ തന്നെയാണ്. പക്ഷെ അതിന്റെ IC കംപ്ലൈന്റ് ആയിരുന്നു. ഞാൻ പ്ലഗ് ചെയ്തപ്പോൾ തന്നെ IC നന്നായി ഹീറ്റപ്പ് ആയി. പിന്നെ ഞാൻ പ്ലഗ് ചെയ്യാൻ നിന്നില്ല, കാരണം എൻ്റെ ബാറ്ററിക്ക് കേടാണ്.
അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുറച്ചും കൂടെ സെൻസിറ്റീവ് ആയിട്ടുള്ള കമ്പോണന്റ് ഞാൻ ഉണ്ടാക്കിയത് കുറച്ചും കൂടെ സെൻസിറ്റീവ് ആയിട്ടുള്ള സാധനം തന്നെ ഞാൻ പിന്നെ പ്ലഗ് ചെയ്യാൻ നിന്നില്ല. പിന്നെ ചാർജറിൽ ഞാൻ പ്ലഗ് ചെയ്ത് നോക്കി, ചാർജർ പ്ലഗ് ചെയ്ത് നോക്കിയപ്പോഴും അത് ഹീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ എൻ്റെ IC കംപ്ലൈൻ്റ് ആണെന്ന് മനസ്സിലായി. എപ്പോഴും ടെസ്റ്റ് ചെയ്ത് തന്നെ നോക്കണം സുരേഷ്, അങ്ങനെയാണ് നമ്മൾ സാധനങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് ആൻഡ് കമന്റ് സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് റിയൽ ലൈഫ് പ്രൊജക്ട്സ് നമുക്ക് പരിചയപ്പെടാനുണ്ട്. ഓക്കെ, ഇനി ഞങ്ങൾ ചെയ്ത കുറച്ച് പ്രൊജക്ട്സുകൾ നമുക്ക് പരിചയപ്പെടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ചെയ്യാനുണ്ട്. ട്രാഫിക് ലൈറ്റ്, ഇന്നലത്തെ ട്രാഫിക് ലൈറ്റിന്റെ അസൈൻമെന്റ് തന്നിരുന്നില്ലേ, അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിലെന്തെങ്കിലും ഡൗട്ട്സ് ചെയ്യാൻ പറ്റാത്തവരാരെങ്കിലും ഉണ്ടായിരുന്നോ? അതൊക്കെ ജസ്റ്റ് റിപ്ലൈ ഇട്ടോ, ഗ്രൂപ്പിൽ ജസ്റ്റ് ഇട്ടേക്ക്, കുഴപ്പമില്ല. ഓക്കെ സിജി, കണ്ടക്ട് ചെയ്യാൻ പറ്റും. റെപ്സ്പെറി പൈ നമ്മൾ ഇപ്പോൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ അഡ്വാൻസ് ആണ്. പൈത്തൺ ആണ് ലാംഗ്വേജ്. ഇപ്പോൾ C പഠിച്ച ആൾക്കാർക്ക് പൈത്തൺ കുറച്ചും കൂടെ പൈത്തൺ ഈസിയാണ്, കുറച്ചും കൂടെ ഇത് C ഒക്കെ അപേക്ഷിച്ച് പഠിക്കാൻ ഈസിയാണ്. എന്നാലും കുറച്ചും കൂടെ ബേസിക്സ് ആയതുകൊണ്ടാണ് ആർഡിനോ നമ്മൾ ചൂസ് ചെയ്തത്. റെപ്സ്പെറി പൈ ഏറ്റവും നല്ല ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല പ്രൊസസ്സറിൽ ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ റാപ്സ്ബെറി പൈ ചൂസ് ചെയ്തത്. റാപ്സ്ബെറി ചൂസ് ചെയ്യാതെ റാപ്സ്ബെറി പൈ ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും റാപ്സ്ബെറി പൈനെ കുറിച്ച് പഠിക്കണം. ഞാൻ ഒരു പ്രൊജക്ട് റാപ്സ്ബെറി പൈ ഒരു പ്രൊജക്ട് ചെയ്തിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ അസിസ്റ്റന്റ് ഉണ്ടാക്കിയായിരുന്നു. നമുക്ക് ഈസിയാണ്, പഠിക്കാൻ ഈസിയാണ്. ഗൂഗിൾ അസിസ്റ്റന്റ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതിൽ ചെയ്യാനുള്ളതെന്ന് പറയുന്നത് വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം അതുണ്ടാക്കിയിരുന്നു. IoT കണക്ട് ചെയ്യാനൊക്കെ സുഖമായിട്ടുള്ള ഒരു സാധനമാണ് റാപ്സ്ബെറി പൈ. ഒരു മിനി കമ്പ്യൂട്ടർ ആയിട്ട് വരെ നമുക്ക് ഇതിന് യൂസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് Arduino നോഡ് MCU വഴി വൈഫൈയിൽ IoT നമുക്കിപ്പോൾ കണക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ബേസ് ലെവൽ വരെ യൂസ് ചെയ്യുന്നത് ഇതാണ്. നമ്മുടെ Arduino നോഡ് MCU ആയിട്ട് കണക്ട് ചെയ്യലാണ് ഇപ്പോൾ ചെയ്യുന്നത്. റാപ്സ്ബെറി പൈ കുറച്ചും കൂടെ കോസ്റ്റ്ലിയാണ്. നമ്മൾ ചിലപ്പോൾ നമ്മൾ ബിഗിനേഴ്സ് യൂസ് ചെയ്യുമ്പോൾ കണക്ഷനിലൊക്കെ എന്തെങ്കിലും പ്രശ്നം വരികയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ റാപ്സ്ബെറി പൈ അത് ചിലപ്പോൾ എടുത്തോളണമെന്നില്ല. അങ്ങനെ ചെയ്യുമ്പോൾ അത് ഒരു 4000 rupees ഒക്കെ പെട്ടെന്ന് ഒരു പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും ബിഗിനേഴ്സിന് അത് അത്ര പ്രിഫറബിൾ അല്ല. നമ്മൾ ആദ്യം Arduino നോഡ് MCUയിലൊക്കെ പ്രൊജക്ട് ചെയ്യുക. അതൊക്കെ ചെറിയ കോസ്റ്റുള്ള ബോർഡ്സ് ആണ്. അതിൽ നമ്മൾ പഠിച്ചിട്ട് റാപ്സ്ബെറിക്ക് ചെയ്യുന്നതായിരിക്കും എൻ്റെ ഒരു സജഷൻ, പേഴ്സണൽ സജഷൻ ആണ് ഞാൻ പറയുന്നത്. അതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ഇനി ഇപ്പൊ ഗൂഗിൾ അസിസ്റ്റന്റ് വെച്ചിട്ട് ഒരു ബോർഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനുവേണ്ടി ഞാൻ ക്യാമറ ഓൺ ചെയ്യാം. നിങ്ങൾ അജ്മൽ സുരേഷിയിലെ ക്യാമറ ഓൺ ആവുമ്പോൾ പിൻ ചെയ്ത് വെക്കും. ഇതാണ് നമ്മൾ ചെയ്തൊരു പ്രൊജക്റ്റ് എന്ന് പറയാനുള്ളത്. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അക്ഷരമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇപ്പൊ ഈ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് തന്നെ നമ്മൾ Arduinoയുടെ IDE ബേസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഇത് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. പക്ഷെ നോഡ് MCU ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വൈഫൈ എനേബിൾ ചെയ്തിട്ടുള്ള ഒരു ബോർഡാണ് നോഡ് MCU. അതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ GPIO പിൻ അതേപോലെ തന്നെ വൈഫൈ കണക്ഷനിലാണ് വ്യത്യാസം വരുന്നത്. ഇതിൽ എക്സ്ട്രാ ഒരു വൈഫൈ കണക്ഷൻ വരുന്നു. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു അനലോഗ് പിന്നുള്ളൂ. അപ്പൊ നമുക്ക് അനലോഗ് പിന്നിന്റെ എണ്ണം കുറവായിരിക്കും. അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇതും കുറവായിരിക്കും. അപ്പൊ നമുക്ക് കുറെ ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോമുകൾ കുറെ ഉണ്ട്. നമുക്ക് IoT ചെയ്യാനും അതേപോലെ തന്നെ ഇങ്ങനെ ഗൂഗിളായിട്ട് കണക്ട് ചെയ്യാനും കുറെ IoT തന്നിട്ടുള്ള കുറെ പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. അപ്പൊ ഇത് തന്നെ കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ അഡാഫ്രൂട്ടിന്റെ ഒരു ഓൺലൈൻ സെർവർ വെച്ചിട്ടാണ്. നമുക്കൊരു IoT
പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു സെർവർ വേണം. നമ്മുടെ ഇന്റർനെറ്റ് നമ്മുടെ ഡാറ്റ അങ്ങോട്ട് സെൻഡ് ചെയ്തിട്ട് അവരാണ് പിന്നെ ഗൂഗിൾ അസിസ്റ്റന്റും അതേപോലെ ഇഫ് ദിസ് ദെൻ ദാറ്റ് എന്നുള്ള ഒരു IFTTയിലേക്ക് കടത്തിവിടുന്നത്. അപ്പൊ ആ പേരിൽ തന്നെ ഉണ്ട് ഇഫ് ദിസ്. നമ്മ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ് ഇഫ് ദിസ്. ഇപ്പൊ ഇഫ് ദിസ് എന്ന് പറഞ്ഞാൽ ദിസിന് നമ്മ ഒരു ഫംഗ്ഷൻ കൊടുക്കുകയാണ്. ഇഫ് ദിസ് എന്ന് പറയുമ്പോൾ ഗൂഗിൾ അസിസ്റ്റന്റ്, അതിൽ ഞാൻ ഇങ്ങനെ ഒരു കമന്റ് കൊടുക്കുകയാണ്, ഇതിലൊരു വേർഡ് പ്രിന്റ് ചെയ്യണം എന്നൊരു കമന്റ് കൊടുക്കുമ്പോൾ ആ കമന്റ് ദിസ് കണ്ടീഷൻ ആയിട്ട് അവിടെ വരുന്നു. ദെൻ ദാറ്റ്, അതാണ് TT വരുന്നത്. ദെൻ ദാറ്റ്. ഇപ്പൊ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് വേണമെങ്കിൽ ഞങ്ങൾ IoT ബേസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് വീണ്ടും നടത്താവുന്നതാണ്. അപ്പോൾ ഇത് വെറുതെ ഞങ്ങൾ ഒരു ചെയ്ത വർക്ക് കാണിച്ചു തരുന്നതാണ്. ഇപ്പൊ ഇതിന്റെ ഡെമോ കാണിച്ചു തരാം. അതായത് ഞാൻ ഫോണിൽ ഗൂഗിൾ അസിസ്റ്റന്റ് തുറക്കാണ്. ഗൂഗിൾ അസിസ്റ്റന്റ് തുറക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഫോൺ. തുറന്ന് കിട്ടിയിട്ട് അപ്പൊ നമ്മ ഒരു കമന്റ് നമ്മൾ ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കമന്റ് നമ്മ അങ്ങനെ ഒരു കമന്റ് പറയുമ്പോൾ ഈ IFTTയുടെ സെർവറിലേക്കാണ് പോകേണ്ടതെന്നുള്ളൊരു കമന്റ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ കമന്റ് പറയാൻ പോണു. ഇപ്പൊ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് നമുക്ക് അവിടെ എഴുതി കാണിക്കണം. അപ്പൊ ഞാൻ ആ കമന്റ് പറയുന്നു. ഡിസ്പ്ലേ വർക്ക്ഷോപ്പ് ഓൺ സ്ക്രീൻ. അപ്പൊ നമുക്ക് റിപ്ലൈ തന്നു, അസിസ്റ്റന്റ് റിപ്ലൈ തന്നു അത് സെൻഡ് ചെയ്യാന്ന്. അപ്പൊ ആദ്യം കൊടുത്ത സ്ട്രിങ് കഴിഞ്ഞിട്ടേ നമുക്ക് ഇപ്പൊ കൊടുത്ത വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞത് വരുള്ളൂ. ആണില്ല, അവിടെ വർക്ക്ഷോപ്പ് എന്ന് വന്നു. ഫോണായിട്ട് വേറെ ഒരു കണക്ഷനും നമുക്ക് കൊടുത്തിട്ടില്ല. ഫുൾ അസിസ്റ്റന്റ് വഴിയാണ് കണക്ട് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ അല്ലെ? എന്ത് തോന്നുന്നു? നമ്മുടെ ഈ വർക്ക്ഷോപ്പ് മാത്രമല്ല, നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ അസിസ്റ്റന്റ് വെച്ചിട്ട് പലതും നമുക്ക് ചെയ്യാൻ പറ്റും. പലതും എന്ന് പറയുന്നത് ഇപ്പോൾ വീട്ടിലൊരു ഫാൻ ഓൺ ചെയ്യുക, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ ഫാൻ ഓൺ ആക്കുക, അങ്ങനത്തെ ഈ ടാസ്കുകളൊക്കെ നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റും. ഗൂഗിൾ അസിസ്റ്റന്റ് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് പോസിബിൾ ആയി തരുന്നത് IoT ആണ്. IoT പ്ലാറ്റ്ഫോംസ് ആണ് അത് ചെയ്യുന്നത്. IoT വെച്ചിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. IoT യൂസ് ആണ് IFTT, അതിന്റെ ഒക്കെ പ്ലാറ്റ്ഫോം. അത് IoT ക്ലാസ്സിലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ, കാരണം അതിന്റെ ബേസിക്സ് കുറച്ചുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ ഇപ്പൊ ലോക്ക്ഡൌൺ സമയത്ത് തന്നെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ആഗ്രഹമുള്ളവരാണ് പലരും. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ ക്ലാസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോ ഞാനൊരു സെനാറിയോസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ജസ്റ്റ് ഒരു വിൻഡോ ക്ലോസ് ചെയ്യണം. നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും ആണ്, ജസ്റ്റ് ഗൂഗിൾ അസിസ്റ്റന്റിനോട് പറയാണ് ജസ്റ്റ് വിൻഡോ ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഫാൻ ഓഫ് ചെയ്യണം, ഗ്യാസ് ഓഫ് ചെയ്യണം, മോട്ടോർ ഓൺ ചെയ്യണം, അല്ലെങ്കിൽ റൂം AC ഓൺ ചെയ്യണം, അല്ലെങ്കിൽ ഗേറ്റ് തുറക്കണം. അങ്ങനത്തെ പല കമാൻഡ്സ് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തില്ല, റിലേ. ആ റിലേ വെച്ച് ചെയ്യാൻ, ഇപ്പൊ പറഞ്ഞതെല്ലാം റിലേ വെച്ച് ചെയ്യാൻ പറ്റുന്ന പ്രൊജക്ട്സുകളാണ്. അപ്പോൾ ജസ്റ്റ് ഒരു നോഡ് MCയും ഒരു IoT ഇതും ഉണ്ടെങ്കിൽ, അക്കൗണ്ട് ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട. ഇതെല്ലാം ഫ്രീ ആണ്, വേറെ ഒന്നും വേണ്ട. IoT അക്കൗണ്ട്സും സർവീസ്, റാപ്സ്ബെറി ഇല്ല, ഇത് അഡാഫ്രൂട്ട്, അതൊക്കെ
നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ഇതിലിടാവോ? ഓക്കെ, ഞാനിപ്പോൾ ഫോൺ ഡിസ്കണക്ട് ആയി പോയതാണ് ഇപ്പോൾ പറ്റിയത്. ഞാൻ റീജോയിൻ ചെയ്തോ. വോയിസ് ക്ലാരിറ്റി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, കുഴപ്പമില്ല. ഇപ്പോൾ ഇതാണ് നമ്മളെ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രൊജക്ട്സുകൾ. ഇതല്ല IoT ചെയ്യുന്ന പ്രൊജക്ട്സുകൾ നമ്മൾ ഇങ്ങനെയായിരിക്കും. പിന്നെ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഓക്കെ ഷെയർ സ്ക്രീൻ അഗെയിൻ. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇതാണ് നമ്മൾ IoT മെയിനായിട്ട് ചെയ്യുന്ന പ്രൊജക്ട്സുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ്. നമ്മ ഇനിയും നമ്മൾ ഇനി ചെയ്യാതിരിക്കണതും എല്ലാവരും ചെയ്യാതിരിക്കുന്ന പ്രൊജക്ട്സുകൾ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുക. ഇപ്പോൾ ഇതിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രശ്നം ഞാൻ പറയുന്നില്ലേ, Arduino സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രശ്നം മാത്രമേ നമുക്ക് എല്ലാവർക്കും ഉള്ളൂ. അതൊന്നും നിങ്ങൾ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്യാൻ നോക്കുക. ഇപ്പോൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്താൽ പലതും കിട്ടും. നമുക്ക് ഇതിൻ്റെ തന്നെ ട്യൂട്ടോറിയൽസ് പലതും കിട്ടും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്യാം. നമ്മുടെ ഇപ്പോൾ ലോക്ക്ഡൗൺ സമയത്തായതുകൊണ്ട് നമുക്ക് എല്ലാം യൂസ് ചെയ്യണം. അപ്പൊ അങ്ങനെ യൂസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക, മാക്സിമം പഠിക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ഇന്നലത്തെ അസൈൻമെന്റ് ആണ്. അസൈൻമെന്റിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോണത്. നമുക്ക് അഫ്ഷാദ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതിനു മുമ്പ് അപ്പൊ ഞാൻ നല്ലൊരു അസൈൻമെന്റ് തന്നിരുന്നു, ഒരു ട്രാഫിക് ലൈറ്റ് സിമുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു അസൈൻമെന്റ് തന്നിരുന്നു. അപ്പൊ ഞാൻ അതിന് മുമ്പ് നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ Arduino ഒക്കെ സ്പെസിഫിക് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അതൊരു എംബഡഡ് സിസ്റ്റം ആണെന്നും പറഞ്ഞു. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടർ ഒക്കെ എന്ത് സിസ്റ്റം ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ ഉത്തരം കിട്ടിയിരുന്നു. കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചാറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. അപ്പൊ നമുക്ക് അപ്പത്തേനും ആ സർക്യൂട്ട് ഒന്ന് പറഞ്ഞിട്ട് വരാം. ഇന്നലെ എല്ലാരും ചെയ്തിരുന്നു, ഗ്രൂപ്പിൽ കണ്ടിരുന്നു, വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു. മൾട്ടി പ്രോസസർ ടാസ്കിംഗ് എന്നല്ല പറയാ, അതിനെ അങ്ങനെയുള്ള സിസ്റ്റത്തിനൊക്കെ പറയാം. സ്മാർട്ടായിട്ട് ഇപ്പോൾ സ്മാർട്ട് ഫോൺ ആയാലും കമ്പ്യൂട്ടർ ആയാലും അങ്ങനത്തെ ഉള്ള സിസ്റ്റത്തിനെ നമ്മൾ പറയാ ജനറൽ പർപ്പസ് സിസ്റ്റം എന്നാണ്. നമ്മൾ ഒരു സ്പെസിഫിക് ടാസ്ക് അല്ല അതിൽ ചെയ്യണത്, പല ടൈപ്പിലുള്ള ടാസ്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നുണ്ട്, വീഡിയോ കാണുന്നുണ്ട്, മ്യൂസിക് കേൾക്കുന്നുണ്ട്. അപ്പൊ പല ടാസ്കിനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിനെ പറയാം, അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിനെ പറയണത് ജനറൽ പർപ്പസ് സിസ്റ്റം എന്നാണ്. ഇനി വല്ലവരും നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ പറഞ്ഞോളൂ, അറിയില്ല എന്ന് പറയരുത്. ഇപ്പൊ ഇന്നലെ തന്ന അസൈൻമെന്റിന്റെ കണക്ഷൻ ഇങ്ങനെയാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അപ്പൊ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കോളൂ. അപ്പൊ ഇന്നലെ ഞാൻ കണക്ഷൻ എല്ലാവരുടെയും കണ്ടു, എല്ലാവരും കറക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കണത്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ ചെയ്ത വെർഷൻ. ഇവിടെ റെഡ് LED കൊടുത്തിട്ടുണ്ട്, യെല്ലോ LED കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരും കോഡിൽ വ്യത്യാസമായിട്ട് ഞാനൊരു കോഡ് ചെയ്തിട്ടുണ്ട്.
ഈ ഓരോ ടൈമിലുള്ള ലൈറ്റ് ചേഞ്ച് ചെയ്യാൻ ഞാൻ വേറൊരു ലൂപ്പ് ഫംഗ്ഷൻ ഉണ്ടാക്കി. എന്താ ആ ലൂപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ലൈറ്റ്. അപ്പൊ 15 സെക്കൻഡ് കഴിയുമ്പോൾ ഓരോ പ്രാവശ്യം ഈ ലൂപ്പ് വീണ്ടും ഈ ലൂപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ വേറെ ലൂപ്പ് ഉണ്ടാക്കിയാണ് ചേഞ്ച് ലൂപ്പ് ലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അതിന് കൊടുത്തിക്കണ 15 സെക്കൻഡ് ഡിലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നിങ്ങൾ പ്രോഗ്രാം സാധാരണ ഇതിൽ ചെയ്ത പോലെ തന്നെ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ രീതിയിൽ തന്നെ ചെയ്യാം. ഒരു വ്യത്യാസവും ഇല്ല. നമ്മ എങ്ങനെയാണ് ചെയ്യുന്ന പ്രോഗ്രാം എന്ന് വെച്ചാൽ അതാണ് നമ്മുടെ പ്രോഗ്രാം. ഓരോ റെസ്ട്രിക്ഷൻ ഒന്നിനും തന്നിട്ടില്ല. അപ്പൊ ഞാനിത് സിമുലേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ കാണിക്കുന്ന പോലെ തന്നെ കറക്റ്റ്. അപ്പൊ ഞാൻ ഇവിടെ എന്താണ് ഡിക്ലെയർ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫംഗ്ഷൻ എല്ലാം കൂടിയിട്ട് ഒരു ഫംഗ്ഷനിൽ വെക്കണം. ഇപ്പൊ നമുക്ക് രണ്ടാമത് ഇത് ടൈപ്പ് ചെയ്യാൻ വയ്യ. ഇങ്ങനെ ഇങ്ങനെ മൊത്തം ടൈപ്പ് ചെയ്തെടുക്കുന്ന ഫംഗ്ഷൻ വീണ്ടും വീണ്ടും ടൈപ്പ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പൊ നമ്മ എല്ലാത്തിനും കൂടിയിട്ട് ഒരു പേരിടുന്നത്. അതാണ് ഇവിടെ നടക്കുന്നത്. ഒരു ലൂപ്പായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതാണ് ഞാൻ ഇവിടെ ചെയ്തിരുന്നത്. വേറെ വ്യത്യാസമൊന്നുമില്ല. നിങ്ങളുടെ പ്രോഗ്രാമിങ്ങിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. അതേപോലെ തന്നെയാണ് വർക്കിംഗ്. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ എഴുതാം. ഇത് ഞാൻ എൻ്റെ രീതിയിൽ എഴുതിക്കണതാണ്. ഈ ലൈറ്റ് ഈ മൊത്തം ലൂപ്പിന് വേറൊരു ടൈം ഡിലേ കൊടുത്തിരിക്കുന്നതാണ് സെപ്പറേറ്റ് ആയിട്ട്. വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇനി വല്ല സംശയം ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. കാണില്ല, നിങ്ങൾ എല്ലാവരും അയച്ച പോലെ തന്നെയാണ്. കുറച്ചും കൂടി നമ്മൾ സ്പെസിഫിക് അപ്ലിക്കേഷന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടാണ് ഇത് പ്രോഗ്രാം. അപ്പൊ ഞാൻ ട്രാഫിക് ലൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ട്രാഫിക്കിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. അപ്പൊ ഈ ഫംഗ്ഷൻ കോളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ അതേപോലെ തന്നെ ഓരോ ഫയലിൽ ഡിഫൈൻ ചെയ്യുന്നു. അപ്പൊ നമുക്ക് വേറൊരു ഡൗട്ട് വരും. നമ്മൾ ഇപ്പൊ നേരത്തെ കണ്ട പ്രോഗ്രാമിൽ ഇന്റ് മാത്രമല്ല കൊടുത്തിരിക്കുന്നത്, ഡിഫൈൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ കൊടുത്താലും പ്രശ്നമില്ല. #, ഡിഫൈൻ യെല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്പർ ഡയറക്റ്റ് ഇടുക. അപ്പൊ ഈക്വൽ ടുയുടെ ഈ സെമിക്കോളന്റെ ആവശ്യമില്ല. #, ഡിഫൈൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗ്രീനിന്റെ LED ആണെങ്കിൽ ഗ്രീൻ 11 ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് വേറെ ഒന്നിന്റെ ആവശ്യം വരില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാമിങ്. ഇനി നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ നമുക്ക് ടിങ്കർ കാർഡ് മാത്രമേ ഉള്ളൂ ഇതേപോലത്തെ പ്രോഗ്രാമിങ്, നമുക്ക് അങ്ങനെ വേറെ എന്തെങ്കിലും സൈറ്റ്സ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അപ്പൊ നമുക്ക് പലതരം സൈറ്റ്സുകൾ ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് പലതരം സിമുലേഷൻ ചെയ്യാൻ പറ്റിയ നമുക്ക് കുറെ ഉണ്ട്. നമ്മൾ എല്ലാത്തിനും ഇത്തിരി മികച്ചു നിൽക്കുന്നതല്ല സെലക്ട് ചെയ്യാം. അപ്പൊ ഇത്രയും കൂടി നിങ്ങൾക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതായിരുന്നു. ഇതിൽ കുറെ സിമുലേഷൻ ആയിട്ടും അതേപോലെ തന്നെ ഇതിപ്പോ കണ്ടില്ല നിങ്ങൾ ആൽക്കഹോൾ ഡിറ്റക്ഷൻ, ഒരു ഗ്യാസസിനെ കൊണ്ടുവരിക, അതേപോലെ അനിമേഷൻ നമ്മൾ പഠിക്കുന്നത് ഇത്തിരി ഫണ്ണായിട്ട് കാണിക്കുന്ന രീതിയിലാണ് ഇതിൽ. അതുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ വേറെ ഏതൊക്കെ സൈറ്റ് ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. പിന്നെ ഉള്ളത് സർക്യൂട്ട് IO എന്ന് പറഞ്ഞിട്ടുള്ളത്. അതെന്ന് വെച്ചാൽ നമ്മൾ ബോർഡ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് സിമുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിൽ പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ മാത്രം വരുള്ളൂ. നമ്മുടെ പ്രോഗ്രാം നമ്മൾ റീക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ആ സൈറ്റ് കാണിച്ചു തരാം. നമുക്ക് സിസ്റ്റം കോൺഫിഗറേഷൻ അല്ല വേണ്ടത്, നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള നെറ്റാണ് നമ്മൾ ഇങ്ങനത്തെ സിമുലേഷൻ. നമ്മൾ സിസ്റ്റത്തിൽ നിന്നല്ല, അവരുടെ സെർവറിലാണ് നമ്മൾ ഓരോ സിമുലേഷൻ നടത്തുന്നത്. അപ്പൊ സിസ്റ്റം ഏതായാലും കുഴപ്പമില്ല, എന്നിട്ട് നല്ല നെറ്റ്വർക്ക് ഉണ്ടായാൽ മതി, വേറെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ circuit.io എന്ന് പറഞ്ഞ സൈറ്റ്. ഓഫ്ലൈൻ സിമുലേറ്റർ നമുക്ക് സോഫ്റ്റ്വെയർ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ സിസ്റ്റം, അപ്പോഴാണ് നമുക്ക് സിസ്റ്റത്തിന്റെ സ്പെസിഫിക്കേഷൻ ആവശ്യം വരും. നമ്മുടെ സിമുലേഷൻ ഫാസ്റ്റ് ആവാനും അതേപോലെ തന്നെ കുറെ സർക്യൂട്ട് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് സിമുലേറ്റ് ചെയ്യാനൊക്കെ എളുപ്പത്തിലുള്ളത്. അതിന് നമ്മൾ ഓരോ ബോർഡ് കിട്ടണമെങ്കിൽ ലൈബ്രറീസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യണം.
സർക്യൂട്ട് വിസാർഡ് പോലത്തെ കുറെ അങ്ങനത്തെ കുറെ സിമുലേഷൻ ആപ്പുകൾ ഉണ്ട്. ഈഗിൾ ഉണ്ട്, അതേപോലെ കുറെ ഉണ്ട്. ഇത് പർച്ചേസും കൂടി അവൈലബിൾ ഉള്ള ഒരു സൈറ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മ ഇവിടെ ഒരു Arduino കൊണ്ടുവന്ന് വെച്ചാൽ തന്നെ അതില് നമ്മ ഒരു സെൻസർ വെറുതെ കൊണ്ടുവന്നിട്ട് അത് തന്നെ കണക്ട് ആവും. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് വരും. അതേപോലെ തന്നെ പ്രൈസ് ലിസ്റ്റ് നമുക്ക് വരുന്നതാണ്. ഇപ്പൊ നമുക്ക് Arduino ഇവിടെ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. നമുക്ക് ടിൽറ്റ് സ്വിച്ചർ ഉണ്ട്, അതേപോലെ IR റിസീവർ ഉണ്ട്, SPDT സ്വിച്ച് ഉണ്ട്, നമുക്ക് ഹ്യൂമിഡിറ്റി സെൻസർ ഉണ്ട്, അതേപോലെ പല സെൻസേഴ്സും ഉണ്ട് ഇതിൽ. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു LED വലിച്ചിട്ട് കാണിച്ചുതരാം. കണക്ഷൻ തന്നെ വന്നു. ഞാനൊന്നും ചെയ്തില്ല, വയറിംഗ് ഒന്നും നടത്തിയില്ല, കണക്ഷൻ തന്നെ വന്നു. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് നമുക്ക് ഇവിടെ വരികയും ചെയ്യും. കണ്ടില്ലേ? അപ്പൊ ഇതിലത്തെ ഓരോ വേരിയബിൾ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് ആ LED കത്തിക്കാനുള്ള സോഫ്റ്റ്വെയറിലാക്കി മാറ്റാം. അതിന്റെ ഗൈഡും ഉണ്ട്, നമുക്ക് വീഡിയോയും കാണാം. അതെങ്ങനെ കണക്ട് ചെയ്തു എന്ന് സെപ്പറേറ്റ് ആയിട്ട് പ്രൊജക്ട് ഗൈഡും ഉണ്ട് ഇതിൽ അവൈലബിൾ ആണ്. അത്ര മറ്റേതുപോലെ നമ്മൾ എല്ലാതും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് നമുക്ക് എല്ലാ വയറിങ്ങും വരും. അതേപോലെ സൈഡിൽ കണ്ടില്ല, അതിന്റെ എല്ലാത്തിന്റെയും പ്രൈസും ഡീറ്റെയിൽസും വന്നിക്കണത്. അതേപോലെ തന്നെ നമുക്ക് സെർവർ വേറെ എന്തെങ്കിലും വലിച്ചിടുകയാണെങ്കിൽ അതേപോലെ തന്നെ വരും. വേറെ നമുക്ക് അൾട്രാസോണിക് സെൻസർ വലിച്ചിടാം. കണ്ടില്ലേ, തന്നെ കണക്ട് ആയി. നമ്മൊന്നും ചെയ്യേണ്ട, അതിന്റെ കറസ്പോണ്ടിങ് കോഡ് അവിടെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇതിലെ പ്രോഗ്രാമിങ്ങിൽ മാത്രം നമ്മുടെ ആവശ്യത്തിന് ചേഞ്ച് ചെയ്താൽ മതി. ഏതാണ് ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ അതിന് ചേഞ്ച് ചെയ്യാം. ഇതിൽ പക്ഷെ സിമുലേറ്റ് ചെയ്ത് കാണാൻ പറ്റില്ല. നമ്മുടെ സർക്യൂട്ട് എങ്ങനെയാണെന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ, സിമുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. അതാണ് നമ്മൾ എല്ലാം ചെയ്യാൻ പറ്റുന്ന ടിങ്കർ കാഡ് തന്നെ നമ്മൾ സിമുലേഷന് വേണ്ടി സെലക്ട് ചെയ്തത്. പിന്നെ നമ്മൾ അർഡ്യൂണോനെ പറ്റി പറഞ്ഞു. അപ്പൊ അർഡ്യൂണോയുടെ സൈറ്റ് നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, അർജുനയുടെ സൈറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ അവർക്ക് ഓപ്പൺ സോഴ്സ് ആയിട്ട് നമുക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്, ക്രിയേറ്റ് ഉണ്ട്, അതേപോലെ ഓൺലൈൻ കമ്പൈലർ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വേറൊരു സംശയം തോന്നിയിട്ടുണ്ടാവാൻ, ടിങ്കർ കാഡിൽ എന്താ ഓഡിയോണോ യൂണോ മാത്രമേ ഉള്ളൂ, വേറെ ICs ഒന്നും ഇല്ല എന്നാണ്. വേറെ ICs ഉണ്ട് നമുക്ക്. AT10 അതേപോലത്തെ AT10 കിട്ടും. എന്താന്ന് വെച്ചാൽ AT10 എന്ന് വെച്ചാൽ അറ്റ്മേഗയുടെ തന്നെ സ്കെയിൽ ഡൗൺ വെർഷൻ ആണ്. നമുക്ക് ഇപ്പൊ തന്നെ കണ്ടില്ലേ 14 പിന്നുണ്ട്. നമ്മൾ പക്ഷെ ഒരു ട്രാഫിക് ലൈറ്റ് ഉണ്ടാക്കിയപ്പോൾ 3 പിൻസ് മാത്രമേ ഉപയോഗിച്ചുള്ളൂ, ബാക്കിയൊന്നും നമ്മൾ ഉപയോഗിച്ചില്ല. അപ്പൊ AT10 എന്ന് പറഞ്ഞാൽ അതിന്റെ മിനിയേച്ചർ വെർഷൻ ഉണ്ട്. അതൊക്കെ അവൈലബിൾ ആണ്. വേറെ പ്രോസസ്സേഴ്സ് ഒന്നും അതിൽ അവൈലബിൾ അല്ലെങ്കിലും AT10 അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ചെറിയ ഫംഗ്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ AT10 ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇതേപോലെയാണ് നമ്മുടെ അർഡ്യൂണോയുടെ സൈറ്റ്. ഇതിൽ തന്നെ എഡ്യൂക്കേഷൻ ഉണ്ട്, അതേപോലെ തന്നെ റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ട് പാനൽ ഉണ്ട്. അവിടെ നമുക്ക് ട്യൂട്ടോറിയൽസും അതേപോലെ തന്നെ അവരുടെ സ്വന്തമായിട്ടുള്ള IoT ക്ലൗഡിലൊക്കെ കയറാം. ഇതിൽ നിന്ന് തന്നെ നമുക്ക് കുറെ കോഡ്, അർഡ്യൂണോയുടെ തന്നെ കമ്മ്യൂണിറ്റി ഉണ്ട്. നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും കോഡ് അതേപോലെ തന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് അവൈലബിൾ ചെയ്ത് കിട്ടുന്നു. ഇപ്പൊ നമ്മൊരു ഇപ്പൊ തന്നെ അൾട്രാസോണിക് സെൻസേഴ്സ് നമ്മൾ പഠിച്ചു, അത് കണക്ട് ചെയ്യണം. പക്ഷെ അതിന്റെ കോഡ് ലൈബ്രറി നമ്മുടെ അർഡ്യൂണോയുടെ ഇല്ലെങ്കിൽ നമുക്ക് അർഡ്യൂണോയുടെ സൈറ്റിൽ പോയിട്ട് ഇതിന്റെ ലൈബ്രറി ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ IDEയിൽ കയറ്റേണ്ടതാണ്. ഇതുവരെയുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നമ്മുടെ ടൈം കഴിഞ്ഞിരിക്കുകയാണ്.
വെർച്വലായിട്ട് ബ്രെഡ് ബോർഡ് ഉണ്ടല്ലോ, ടിങ്കർ കാഡിൽ ബ്രെഡ് ബോർഡ് അവൈലബിൾ ആണല്ലോ. അപ്പൊ നമുക്ക് ബ്രെഡ് ബോർഡിലും ചെയ്യാം. പക്ഷെ ഇത് കണ്ടില്ലേ, ഇതൊക്കെ ബ്രെഡ് ബോർഡിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പക്ഷെ കണക്ഷൻ ഇത്തിരി എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് സിമ്പിൾ ആയിട്ടുള്ള കണക്ഷനിലൊക്കെ ബ്രെഡ് ബോർഡ് ഒന്നും യൂസ് ചെയ്യാത്തത്. ഇപ്പൊ ലിങ്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ആരും മിസ് ചെയ്യാണ്ട് ലിങ്ക് ഫില്ല് ചെയ്തോളോ, നല്ല സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണല്ലോ. ഫീഡ്ബാക്ക് ഫോമിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ സർക്യൂട്ട് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഫില്ല് ചെയ്തിട്ട് പോകണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു ഇതുകൾ. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഒരു കണക്ഷനെ കുറിച്ചുള്ള നമ്മുടെ ഡിസൈനെ കുറിച്ചുള്ള ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ടുള്ള ഗ്രൗണ്ട് കൊടുക്കല്, വയേഴ്സിന്റെ എണ്ണം റെഡ്യൂസ് ചെയ്യല്, അങ്ങനത്തെ ഒക്കെ നമ്മുടെ ഇപ്പോഴേ തന്നെ ശ്രദ്ധിച്ച് തുടങ്ങണം നമ്മൾ. അങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോഴായിരിക്കും കുറച്ചും കൂടെ നമ്മൾ എപ്പോഴും ഇതായിട്ട് വരിക, ഇമ്പ്രൂവ് ചെയ്ത് വരിക. ഇപ്പോഴേ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങി തന്നെ നമ്മൾ പ്രൊഫഷണൽ ആകുമ്പോഴേക്കും നമുക്കെല്ലാം തന്നെ ഓക്കെ ആയിരിക്കും ഇപ്പോഴേ തന്നെ. പിന്നെ എന്തെങ്കിലും അതിലെന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞതിൽ എന്തെങ്കിലും സെൻസേഴ്സിനെ കുറിച്ചോ അതിലെ ആക്ടിവിറ്റിയെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? വിർച്വൽ ബെഡ് ബോർഡ് സോഫ്റ്റ്വെയറിനേക്കാളും നമുക്ക് ഓൺലൈനായിട്ട് സിമുലേറ്റ് ചെയ്തൂടെ? അതായിരുന്നു കുറച്ചും കൂടി ഈസി. ടിങ്കർ കാഡിൽ നമുക്ക് പിന്നെ അഡ്യൂണയുടെ മുകളിലുള്ള ബോർഡുകളൊന്നും അവൈലബിൾ അല്ല കേട്ടോ. അപ്പൊ നമ്മൾ ബേസിക്സ് ആയിട്ട് പഠിക്കുമ്പോൾ അഡ്യൂണ യൂണോയിലാണ് എല്ലാം ചെയ്യുന്നത്. മാക്സിമം നമുക്ക് എല്ലാ പ്രൊജക്റ്റും യൂണോയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ യൂണോ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ ഹയർ വേർഷൻസ് ഒന്നും അവൈലബിൾ അല്ല, അഡ്നോ മാത്രമാണ് ഹയർ വേർഷൻ ആയിട്ടുള്ളത്. പിന്നെ അതിനായിട്ടുള്ള അപ്ഡേറ്റ് ഒന്നും അതിൽ വന്നിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി ഇതിൽ സ്റ്റാർട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. സ്റ്റാർട്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പലതരം സർക്യൂട്ട് ചെയ്തു നോക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, സ്റ്റാർട്ടേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾക്ക് പല സർക്യൂട്ടും അതേപോലെ തന്നെ പലതരം ഇത് വെച്ചിട്ട് എക്സ്റ്റേണൽ ഹാർഡ്വെയർ വെച്ചിട്ടുള്ള കുറെ പ്രീ കണക്ട് ചെയ്തിട്ടുള്ള സർക്യൂട്ടുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് പ്രോഗ്രാമിൽ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് അതേപോലെ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പൊ സ്റ്റാർട്ടേഴ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേറെ സർക്യൂട്ട് ലഭിക്കുന്നതാണ്. ഇതേപോലെ ഏതെങ്കിലും സ്റ്റാർട്ടേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ സർക്യൂട്ട് സ്വന്തമായി സിമുലേറ്റ് ചെയ്തിട്ട് അത് ഗ്രൂപ്പിൽ ഇടുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് എല്ലാതും മനസ്സിലായി എന്ന് തോന്നുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പ് എപ്പോഴും ആക്റ്റീവ് ആക്കുക. നിങ്ങൾക്ക് ഈ ക്ലാസ് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ ആ ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. അത്യാവശ്യമാണെങ്കിൽ നമുക്ക് വേറെ ക്ലാസ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്കുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇത്തരം സെൻസേഴ്സ് നമ്മൾ പരിചയപ്പെട്ടില്ലേ, എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. മാക്സിമം നോക്കുക വീട്ടിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി. അപ്പൊ നമ്മുടെ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇതുണ്ടായിരിക്കും നമുക്ക് എന്തെങ്കിലും വർക്ക്ഷോപ്പ്, നമുക്ക് ഈ ടോപ്പിക്കിൽ എന്തെങ്കിലും വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഒക്കെ നമ്മൾ ഗ്രൂപ്പിലിടും. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്തായാലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം തന്നെ. പിന്നെ അതിന്റെ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയിക്കാണ്ടോ? എല്ലാവർക്കും താങ്ക് യു. വർക്ക്ഷോപ്പിൽ ഉള്ളവർക്കും എല്ലാവർക്കും താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഈ സെഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മൾ കുറച്ച് വൈകിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, 5 minutes വൈകിയിരുന്നു. പക്ഷേ ആൾക്കാർ കയറാൻ വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്തതാണ്.
ഞാൻ പറഞ്ഞ എന്താ നമുക്ക് എന്തെങ്കിലും